എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർമ്മല്ലോ. ഓക്കെ, അനീഷച്ചനെ പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംരംഭം അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഏറെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ചർച്ചകൾ ചിലതൊക്കെ വഴിതെറ്റി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ കുർബാന എന്ന് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വിശുദ്ധ കുർബാനയുടെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ചും മേഖലകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങളെ പ്രത്യേകം സന്തോഷത്തോടെ കാണുകയാണ്. അച്ഛന് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്നത്തെ വിഷയമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അച്ഛൻ പറഞ്ഞത് മാർ അപ്രേമിന്റെ വീക്ഷണത്തിലെ വിശുദ്ധ കുർബാന ദർശനം, അതാണ് ഇന്നത്തെ വിഷയം. നമ്മള് മാർ അപ്രേമിനെ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ പരിചയമുള്ള ഒരു പേരാണ് മാർ അപ്രേമിൻ്റെത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ് മാർ അപ്രേമിൻ്റെത്. കാരണം നമ്മൾ നമ്മുടെ യാമപ്രാർത്ഥനകളിൽ പല ആവൃത്തി അപ്രേമിന്റെ കീർത്തനങ്ങൾ ആലപിക്കാറുണ്ട്. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ പലതും മാർ അപ്രേം രചിച്ചതാണ്. നമ്മൾ അറിയാതെയാണ് ചൊല്ലുന്നതെങ്കിലും പലതും മാർ അപ്രേം രചിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഏറെ നമ്മുടെ പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭയുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് മാർ അപ്രേം. അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന് അറിയപ്പെടുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പൗരസ്ത്യ സഭകളുടെ മൽപ്പാൻ എന്നും അറിയപ്പെടുന്ന ആളാണ് മാർ അപ്രേം. അദ്ദേഹത്തിന്റെ കാലഘട്ടം, ഒരു ചെറിയ ഒരു മാർ അപ്രേമിനെ കുറിച്ച് ചെറിയ ഒരു വ്യക്തിയെ കുറിച്ചൊരു വിവരണം പറഞ്ഞാൽ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. 4-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 301 മുതൽ 400 വരെയുള്ള വർഷങ്ങളെയാണല്ലോ 4-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം 306-നും 309-നും ഇടയിൽ ജനിക്കുകയും 373-ൽ മരിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹം ജനിച്ചത് നിസിബിസിലാണ്. പിന്നീട് ജീവിതത്തിന്റെ അവസാനത്തെ 10 വർഷക്കാലം അദ്ദേഹം എദ്ദേസായിലാണ് ജീവിച്ചതെന്ന് നമുക്കറിയാം. അതിന്റെ ചരിത്രപരമായ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് ഷാപ്പൂർ രണ്ടാമന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നിസിബിസിൽ നിന്ന് എദ്ദേസായിലേക്ക് പോകേണ്ടി വന്നത്. വളരെ പ്രധാനമായും നമ്മളിപ്പോ പലപ്പോഴും കേൾക്കാറുള്ളതാണ് നിസിബിസിലെ സ്കൂള്, എദ്ദേസായിലെ സ്കൂൾ എന്നൊക്കെ കേൾക്കാറുണ്ട്. ഗ്രീക്ക് സഭയിൽ അലക്സാണ്ട്രിയൻ, അന്റ്യോക്യൻ സ്കൂളുകൾ ഉള്ളതുപോലെ സുറിയാനി സഭയിൽ ഉണ്ടായിരുന്ന നിസിബിയൻ, എദ്ദേസൻ സ്കൂളുകളെ കുറിച്ച് ചിന്തിക്കുമ്പം നിസിബിസിലെ സ്കൂളിൽ മാർ ജേക്കബിനാൽ സ്ഥാപിതമായ നിസിബിസിലെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന എഫ്രൈം, മാർ അപ്രേം, അതിനുശേഷം അദ്ദേഹം എദ്ദേസായിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ സ്കൂളും എദ്ദേസായിലേക്ക് പോയി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കും. ഇത്തരത്തിൽ സുറിയാനി സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാർ അപ്രേം. അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാന ദർശനം എന്താണ് എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം പലപ്പോഴും നമ്മൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മെഡിസിൻ ഓഫ് ലൈഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അമർത്യതയുടെ ഔഷധം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചില അവസരങ്ങളിൽ ആ വാക്യം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തിലെ പ്രാർത്ഥനകളിലൊക്കെ അമർത്യതയുടെ ഔഷധമായ വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മൾ എഴുതാറുണ്ട്. ഇത് വിശുദ്ധ മാർ അപ്രേം പറഞ്ഞിട്ടുള്ള വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം എന്ന് മാർ അപ്രേം വിളിക്കുന്നുവെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് മാർ അപ്രേം എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം അല്ലെങ്കിൽ മെഡിസിൻ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് എന്ന കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു 40-45 മിനിറ്റ് കൊണ്ട് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ്? നമ്മൾ സാധാരണ വളരെ കാഷ്വൽ ആയിട്ട് നമ്മളുടെ സാധാരണ സംഭാഷണത്തിലൊക്കെ വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം, കാരണം നമുക്ക് ജീവൻ നൽകുന്ന ജീവദായകമായ അപ്പം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് മാർ അപ്രേം വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം എന്ന് വിളിക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് മാർ അപ്രേമിന്റെ രചനാ ശൈലി എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മാർ അപ്രേമിന്റെ ദൈവശാസ്ത്ര ദർശനങ്ങളുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സൃഷ്ടാവിനും സൃഷ്ടികൾക്കും ഇടയിൽ നികത്താനാവാത്ത ഒരു വിടവുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ചിന്തകളുടെ അടിസ്ഥാന തത്വം. അതായത് സൃഷ്ടാവിനും സൃഷ്ടികൾക്കും ഇടയിൽ, നമ്മൾ സൃഷ്ടിയുടെ ഭാഗമാണ്,
സൃഷ്ടികളായ നമുക്കും സ്രഷ്ടാവായ ദൈവത്തിനും ഇടയിൽ ഒരു നികത്താനാവാത്ത ഒരു അസ്തിത്വാത്മകമായ ഒരു വിടവുണ്ട്. അത് ദൈവത്തിന്റെ സത്തയും മനുഷ്യന്റെ സത്തയും അല്ലെങ്കിൽ സൃഷ്ടികളുടെ സത്തയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന ഒരു വിടവാണ്. ഇത് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും, അതായത് മനുഷ്യരായ നമ്മൾ, അപ്രേമിന്റെ ഭാഷ്യം ഇതാണ്: ദൈവം എന്ന ഒരു സത്ത, ആ സത്തയെ മനസ്സിലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് സാധിക്കില്ല എന്നതാണ് എഫ്രൈമിന്റെ തത്വം. പിന്നെ ആരാണ് അതിന് നമ്മളെ സഹായിക്കേണ്ടത്? ഈ വിടവ് നികത്താൻ സഹായിക്കേണ്ടത് ആരാണ്? നമ്മുടെ ശ്രമം കൊണ്ട് ഒരിക്കലും ഈ ദൈവത്തിലെത്താനുള്ള ഈ അകൽച്ച, ഈ വിടവ് നമുക്ക് നികത്താൻ പറ്റില്ല. സഹായിക്കാൻ കഴിയുന്ന ഒറ്റ ഒരാൾ ദൈവമാണ്. ദൈവമാണ് ഈ വിടവ് നികത്തേണ്ടത്. ദ ക്രിയേറ്റർ, ദൈവമാണ് വിടവ് നികത്തേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ദൈവം നമുക്ക് പല മാർഗങ്ങളും നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ വെളിപാടാണ്. പഴയ നിയമത്തിൽ പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെ ആരംഭിച്ച് തുടർന്ന് തന്റെ പുത്രനിൽ പൂർത്തിയാക്കിയ ദൈവത്തിന്റെ വെളിപാട്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദൈവം മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് അല്ലെങ്കിൽ സൃഷ്ടിച്ചതാണ് ഈ പ്രകൃതി എന്ന് ചിന്തിക്കുന്നയാളാണ് വിശുദ്ധ എഫ്രൈം. അതായത് നമ്മൾ സാധാരണ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു വാക്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും: ദൈവത്തിന്റെ രഹസ്യം, ദൈവിക രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ 2 പുസ്തകങ്ങൾ വായിക്കണം എന്നാണ് എഫ്രൈം പറയുന്നത്. ഒന്ന് ദ ബുക്ക് ഓഫ് സ്ക്രിപ്ചർ, രണ്ടാമത്തേത് ബുക്ക് ഓഫ് നേച്ചർ. അതായത് വിശുദ്ധ ഗ്രന്ഥവും നമ്മൾ വായിക്കണം, പ്രകൃതിയെയും നമ്മൾ വായിക്കണം. അതായത് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നമുക്ക് എങ്ങനെ രക്ഷാകരമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ നിന്നും ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് രണ്ടും ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന 2 പുസ്തകങ്ങളാണ് എന്നാണ് വിശുദ്ധ എഫ്രൈം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള അവതരണങ്ങളിലും ഈ പ്രകൃതിയിലെ എന്തെങ്കിലുമൊക്കെയുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം രക്ഷാകരമായ രഹസ്യങ്ങളെയൊക്കെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം അല്ലെങ്കിൽ ജീവന്റെ അപ്പം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ വിശുദ്ധ എഫ്രൈം അല്ലെങ്കിൽ മാർ അപ്രൈം എങ്ങനെയാണ് ആദ്യ മനുഷ്യനെ അവതരിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട. ആദ്യ മനുഷ്യൻ, അതായത് നമ്മൾ സാധാരണ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയത എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ്. അതായത് ആ ജീവിത ശൈലിയുടെ ലക്ഷ്യം എന്താണ്? ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട പറുദീസ നമ്മൾ തിരിച്ച് നേടിയെടുക്കുന്നതിനെയാണ് ഈ ആത്മീയ ജീവിതം. നമ്മളൊക്കെ ശ്രമിക്കുന്ന അതിനു വേണ്ടിയാണ്. ആത്മീയരാകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യ മാതാപിതാക്കളായ ആദവും ഹൗവായും അവർ അവരുടെ ആദ്യ പാപം മൂലം നഷ്ടപ്പെടുത്തിയ പറുദീസയിലെ ഇടം നമ്മൾ വീണ്ടും തിരികെ അവിടെ ചെന്നത് സ്വന്തമാക്കുക, അല്ലെങ്കിൽ ആ പറുദീസ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കൂദാശകളിൽ പങ്കുചേരുന്നതും ഒക്കെ ഈ പറുദീസയിലേക്ക് അല്ലെങ്കിൽ പറുദീസ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മൾ എങ്ങോട്ടാണ് മടങ്ങിപ്പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം എന്ന് വിളിക്കുന്നത് എന്ന് വ്യക്തമാവും. അത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം പറുദീസായി അവതരിപ്പിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ മാർ അപ്രൈമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതരണങ്ങളിൽ ഒന്നാണ് പറുദീസ, ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥ. ഇതൊക്കെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതുപോലെ ആദ്യത്തെ അധ്യായങ്ങളിൽ വളരെ രസകരമായ കഥകളുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, മനുഷ്യൻ പാപം ചെയ്യുന്നത്, പാപം ചെയ്ത മനുഷ്യൻ പറുദീസയിൽ നിന്ന് പുറത്താകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിയുടെ വിവരണത്തിൽ വായിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പറുദീസായെ മാർ അപ്രൈം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പറുദീസ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മനുഷ്യനും അല്ലെങ്കിൽ സൃഷ്ടികൾക്കും ദൈവത്തിനും ഇടയിൽ നികത്താൻ പറ്റാത്ത ഒരു വിടവുണ്ട്. ആ വിടവ് നികത്താൻ മനുഷ്യനോ സൃഷ്ടികളോ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. മറിച്ച് ദൈവം തന്നെ തീരുമാനിച്ചു ആ വിടവ് നികത്തണമെന്ന്. അതിനുവേണ്ടി ദൈവം തന്റെ രഹസ്യങ്ങൾ ഈ പ്രകൃതിയിലെ പല സ്ഥലങ്ങളിലും നിക്ഷേപിച്ചു. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ദൈവത്തിൽ എത്താൻ കഴിയും. ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പറുദീസായ അദ്ദേഹം, നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന ഒരു മലയോടാണ് പറുദീസായ അദ്ദേഹം ഉപമിക്കുന്നത്. നമ്മൾ അതിനെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കുക. എല്ലാവരും ഒരു മല, നമ്മളൊക്കെ മലകളൊക്കെ തീർത്ഥാടനത്തിന്റെ ഒക്കെ ഭാഗമായി ചില മലകളുടെയൊക്കെ മുകളിലേക്ക് നമ്മൾ കയറുന്നവരാണ്. ഇപ്പോൾ
ഏറ്റവും മുകളിലെത്തിയാൽ ദൈവ സാന്നിധ്യത്തിന്റെ ഇടം എന്ന് നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ആത്മീയതയുടെ ചിന്തയാണത്. മലകളുടെയൊക്കെ ഏറ്റവും മുകളിൽ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ് എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ ആത്മീയ ചിന്തയുടെ ഭാഗമാണ്. എന്ന് പറയുന്നത് പോലെ മാർ അപ്രയം പറുദീസായെ ഒരു മലയോടാണ് ഉപമിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മല മനസ്സിൽ കണ്ടു നോക്കുക. ആ മലയുടെ അടിവാരത്തിനും താഴെയാണ് ഭൂമി. അതായത് മലയുടെ താഴെ, അടിവാരത്തിന് താഴെയായി ഭൂമി. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവം ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് അവനെ പറുദീസായിലാക്കി. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം സാധനം, അതായത് നമുക്ക് ഏത് സാധനം ഉണ്ടാകും, നമ്മൾ സാധാരണ വീട്ടിൽ അമ്മച്ചിമാരൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടിയെടുക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് എക്സ് നിഹിലോ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പറയല്ലോ. അതായത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ഒരാൾ ദൈവമാണ്. ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചെന്ന് നമുക്കറിയാം. പക്ഷെ മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരം ദൈവം ഇല്ലായ്മയിൽ നിന്നല്ലല്ലോ സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം ദൈവം ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് കൃത്യമായ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടുന്ന് ഭൂമിയിലെ പൊടി എടുത്തു, ആ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് അവനെ, അപ്പം ഈ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയപ്പം മനുഷ്യൻ ജീവനില്ലാത്തവനായിരുന്നു. ഹി വാസ് ലൈക്ക് എ സൈലന്റ് ഹാർപ്പ് എന്നാണ് എഫ്രൈം പറയുന്നത്. അതായത് ശബ്ദമില്ലാത്ത ഒരു വീണ. ഹാർപ്പിന് കിന്നരോ, എനിക്ക് ഇതിന്റെ കൃത്യം മലയാളം, ഹാർപ്പ് കിന്നരോ, അതെ. അതായത് ഒരു ശബ്ദമില്ല, പരിശുദ്ധാത്മാവിന്റെ വീണ എന്നാണ് ഹാർപ്പോ ഹോളി സ്പിരിറ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശബ്ദമില്ലാത്ത ഒരു വീണ പോലെയായിരുന്നു മനുഷ്യൻ. അവന് ശബ്ദമില്ലായിരുന്നു. അപ്പോൾ ദൈവം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ ഊതി. അങ്ങനെയാണ് മനുഷ്യൻ ആത്മാവ് ഉണ്ടായത്. ആദ്യം ശരീരം മാത്രമേ മനുഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ ശബ്ദമില്ലാത്ത ഒരു വീണ പോലെയായിരുന്നു. പക്ഷെ ദൈവം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിയപ്പം അവന് ആത്മാവും കൂടി ഉണ്ടായി. നമ്മളിപ്പം ചിന്തിക്കുന്ന അങ്ങനെയാണല്ലോ, മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഈ ശരീരം എവിടുന്ന് എടുത്തത്? ശരീരം ഭൂമിയിൽ നിന്നാണ്. ശരീരം പറുദീസായുടെ ഭാഗമല്ല. ശരീരം പറുദീസായുടെ ഭാഗമല്ല എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി എഫ്രൈം പറയുകയാണ്, ഭൂമിയിൽ നിന്നാണ് അവിടുന്ന് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയത്. അതിലേക്ക് ദൈവം ഊതിയപ്പോൾ അവന്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടായി. ഈ ആത്മാവും ശരീരമുള്ള മനുഷ്യനെ ദൈവം കൊണ്ടുപോയി പറുദീസായിൽ നിർത്തി. അതാണ് ആദ്യ ഭാഗം. ആദ്യ മനുഷ്യനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ച് മാർ അപ്രയം പറയുന്നത്. പക്ഷെ ഇതിനിടയിൽ എനിക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് അറിയില്ല. അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതായത് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ സാധാരണ വിശുദ്ധ ഗ്രന്ഥം, നിങ്ങൾ എല്ലാവരും ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുള്ളവരാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ കൽപ്പന എന്തായിരുന്നു? അതായത് ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു. ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഫലം കഴിക്കാം, പക്ഷെ ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഫലം കഴിക്കരുത് എന്നതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. ആ വൃക്ഷം ഏതാണ് എന്ന്? ജീവന്റെ വൃക്ഷം എന്ന് ഒരാൾ അഭിപ്രായം പറയുന്നുണ്ട്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ? മറ്റെന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം? നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നും. നടുവിൽ നിൽക്കുന്ന വൃക്ഷമാണ്. പക്ഷെ ആ വൃക്ഷം എന്ത്? ജീവന്റെ വൃക്ഷമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും വൃക്ഷമായിരുന്നോ എന്ന്? നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന്. രണ്ട്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുക. പക്ഷെ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ വളരെ കൃത്യമാണ്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത് എന്നാണ് ദൈവത്തിന്റെ കൽപ്പന. അതോടൊപ്പം ആ കൽപ്പനയ്ക്ക് രണ്ടാമത്തെ ഒരു ഭാഗം കൂടി, ബാക്കി എല്ലാ വൃക്ഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നുകൂടി അനുവാദം ആദ്യ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതായത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നീട് ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കാം. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് ദൈവത്തിന്റെ കൽപ്പന. ജീവന്റെ വൃക്ഷത്തിന്മേൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്. ബാക്കി എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ വായിച്ച മാർ അപ്രേമിന്റെ മനസ്സിൽ ഒരു സംശയം, ഇങ്ങനെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രമാണ് ഭക്ഷിക്കാതിരിക്കാൻ മാത്രമാണ് ദൈവം നിർദ്ദേശിച്ചതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരുന്നത്? നിങ്ങൾ ഈ വാക്ക് ഓർക്കുക, ജീവന്റെ വൃക്ഷം. നമ്മൾ പിന്നീട് വിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുന്നത് അമർത്യതയുടെ ഔഷധം എന്നാണല്ലോ. അപ്പൊ ജീവന്റെ വൃക്ഷം, ഇത് രണ്ടോട് നമ്മൾ അവസാനം കണക്ട് ചെയ്യും. അപ്പോ
ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ ഭക്ഷിക്കാതെ ഇരുന്നത്? ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളെ ആക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ അവിടുത്തെ ഏറ്റവും നല്ല സാധനമായിരിക്കുമല്ലോ ആദ്യം ഭക്ഷിക്കാനായി ശ്രമിക്കുന്നത്. പക്ഷേ നിയന്ത്രണം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്മേൽ മാത്രമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതെ ഇരുന്നത്? ഈ ഒരു ചോദ്യം മാർ അപ്രേമിന്റെ മനസ്സിൽ ഉണ്ടായപ്പോഴാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറുദീസായെ ഒരു മലയുടെ രൂപത്തിലാണ് അദ്ദേഹം പറുദീസായെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവം ആദ്യ മാതാപിതാക്കളെ ഈ മലയുടെ ഏറ്റവും അടിയിൽ, അതായത് നമ്മളൊരു മല മനസ്സിൽ കാണുക. നിങ്ങൾക്കൊന്ന് അപ്രേമിന്റെ അവതരണത്തിന്റെ പ്രത്യേകത നമ്മളൊന്ന് കണ്ണടച്ച് പിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അപ്രേം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. മറ്റ് കുറച്ചുകൂടെ ലാറ്റിൻ ഗ്രീക്ക് ഫാദേഴ്സിനെയൊക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ മാർ അപ്രേം ഒക്കെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ, കാരണം ഈ ഭൂമിയിലെ പ്രതീകങ്ങളിലൂടെയാണ് അദ്ദേഹം സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു മല നമ്മൾ മനസ്സിൽ കാണുക. ആ മലയുടെ അടിവാരത്തിന് താഴെയായി ഭൂമി മനസ്സിൽ കാണുക. ആ ഭൂമിയിൽ നിന്ന് അല്പം പൊടി ദൈവം എടുത്തിട്ട് അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. പക്ഷെ അത് മനുഷ്യന്റെ ശരീരം മാത്രമാണ്. ശരീരത്തിന് ജീവനില്ല. അത് ശരിക്കും ശബ്ദമില്ലാത്ത ഒരു വീണ പോലെ, അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത ഒരു തമ്പുരു പോലെ ആയിരുന്നു. അതിന്മേൽ ദൈവം ഞാൻ പറയുന്നത് കേൾക്കാന്ന് വിചാരിക്കുന്നു. ദൈവം അതിനുശേഷം അതിന്മേൽ ഊതിയപ്പോൾ അതിലേക്ക് ആത്മാവ് നിവേശിക്കപ്പെടുകയും അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനാവുകയും ചെയ്തു. അവനെ ദൈവം ഇരുത്തിയത് ഈ പറുദീസായാകുന്ന മലയുടെ ഏറ്റവും അടിയിലാണ്. നമ്മളത് മനസ്സിൽ കാണുക. ഈ മലയുടെ ഏറ്റവും അടിഭാഗത്ത് ദൈവം മനുഷ്യനെ കൊണ്ട് ആക്കി. ദൈവത്തിന്റെ ഇടമായിട്ട് അപ്രയം കാണുന്നത് ഈ മലയുടെ ഏറ്റവും മുകളിൽ. മല ഇങ്ങനെ പോയി ഇങ്ങനെ മേളിൽ അവസാനിക്കുകയുള്ളൂ. മലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ് ദൈവം. ഇപ്പോഴത്തെ നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടിലൊന്നും നിങ്ങൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യരുത്. ഇത് മാർ അപ്രയം അന്നത്തെ ജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഒരു ദൈവിക യാഥാർത്ഥ്യത്തെ ഒരു സാധാരണക്കാരനായ വിശ്വാസിക്ക് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് പോലെയുള്ള ദൈവശാസ്ത്രം ഒന്നും അന്നത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അന്നൊക്കെ ദൈവശാസ്ത്ര ചിന്തകൾ വളർന്നു വരുന്ന 4-ാം നൂറ്റാണ്ട്, അതുകൊണ്ടാണ് ഞാൻ സമയം പറഞ്ഞത്, 4-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അന്നത്തെ ആളുകൾക്ക് സിമ്പിളായി, ലളിതമായി എങ്ങനെയാണ് ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്, അതിനുവേണ്ടിയാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. ദൈവം ആ മലയുടെ മുകളിൽ ഇരിക്കുന്നു. മലയുടെ ഏറ്റവും താഴെ ദൈവം മനുഷ്യനെ കൊണ്ടുവന്നാക്കി, ആദത്തും ഹൗവായും കൊണ്ടുവന്നാക്കി. മനുഷ്യൻ മാത്രമേ പറുദീസായിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ പറുദീസായ്ക്ക് താഴെ ഭൂമിയിലായിരുന്നു എന്നാണ് എഫ്രൈം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഒരു വലിയ പ്രശ്നം അതാണല്ലോ. കാട്ടിൽ നിന്നൊക്കെ മൃഗങ്ങളൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഭയങ്കര ചർച്ചയാകുന്ന ഒരു സമയമാണ്. നിങ്ങളത് കൂടുതൽ അനുഭവിക്കുന്ന ആളുകളാവും, കാരണം ആ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകൾ. പക്ഷെ ആ ഒരു പ്രശ്നം വന്നില്ല. മൃഗങ്ങളെല്ലാം ഭൂമിയിലാണ്, മനുഷ്യൻ മാത്രം പറുദീസായിൽ. കാരണം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് ദൈവം ഉണ്ടാക്കി മനുഷ്യനെ മാത്രമാണ് ദൈവം പറുദീസായിലാക്കിയത്. മൃഗങ്ങൾക്ക് പേരിടുന്നതിനെ കുറിച്ചൊക്കെ അപ്രയം പറയുന്നത് ഈ പറുദീസയുടെ വാതുക്കെ വന്ന് ഭൂമിയിൽ വരുന്ന മൃഗങ്ങൾക്കെല്ലാം ആദം പേരിട്ടു എന്നൊക്കെയാണ് മാർ അപ്രയം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏറ്റവും അടിയിൽ ആദവും ഹവ്വായും, ഏറ്റവും മുകളിൽ ദൈവം. പിന്നെ എവിടെയായിരുന്നു ഈ അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും? അതാണ് അടുത്ത ചോദ്യം. അതായത് മാർ അപ്രേമിന്റെ അഭിപ്രായത്തിൽ ആദവും ഹവ്വായും പറുദീസയുടെ ഏറ്റവും താഴെ, അതായത് ഈ മലയുടെ ഏറ്റവും താഴെ, അതിന്റെ ചുറ്റുപാട് ഒത്തിരി മരങ്ങളുണ്ട്. അതായത് ഇപ്പൊ ആപ്പിൾ കാണും, ഓറഞ്ച് കാണും, പേര കാണും, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ടൈപ്പ് മരങ്ങളും അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഏതിൽ നിന്ന് വേണേലും നിനക്ക് കഴിക്കാം എന്ന് ദൈവം അവനോട് പറഞ്ഞു. കുറച്ചുകൂടെ മുകളിലേക്ക് മാറി ഒരു പകുതി ഭാഗത്ത്, അതായത് മലയുടെ ഒരു പകുതി ഭാഗത്താണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം നിൽക്കുന്നത്. അതിനെ അപ്പുറം ഒരു വാതിലായിട്ടാണ് പരിഗണിക്കുന്നത്, ഒരു ഗേറ്റ്. അതായത് ഈ മലയുടെ നടുക്ക് മധ്യഭാഗത്തായിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ആണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ദൈവം കൃത്യമായി ആദത്തോട് പറയുന്നുണ്ട്, നീ ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ആ മരത്തെ സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് ദൈവം പറയുന്നുണ്ടെന്ന് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മനസ്സിലാവും. ഈ മാർ അപ്രേമിന്റെ ഒക്കെ പ്രത്യേകത, അവര് നമ്മൾ വായിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ ധ്യാനാത്മകമായി കൃത്യമായി വിശുദ്ധ ഗ്രന്ഥം വായിച്ച ആളുകളാണ്. അതുകൊണ്ട് അതിനകത്ത് പറയാത്ത ഒരു കാര്യവും മാർ അപ്രേമിന്റെ വിവരണങ്ങളില്ല. ദൈവം കൃത്യമായി ആദത്തോട് പറയുന്നുണ്ട്, നീ ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത്,
ആ മരത്തെ സമീപിച്ചില്ലെങ്കിൽ പിന്നെ അതിന്റെ മേലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ മാർ അപ്രയം പറയുന്നത് ഈ മലയുടെ മധ്യഭാഗത്തായി ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു ഗേറ്റ് പോലെ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം നിൽക്കുന്നു. അതിനും മുകളിൽ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിനും ദൈവത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് ജീവന്റെ വൃക്ഷം നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദവും ഹവ്വായും പർദീസയുടെ ഏറ്റവും താഴെ, പർദീസയുടെ മധ്യഭാഗത്തായി നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, അതിന്റെ മുകളിൽ ജീവന്റെ വൃക്ഷം, അതിന്റെയും മുകളിൽ ദൈവം. ഇങ്ങനെയാണ് ഒരു പർദീസയുടെ ഒരു അവസ്ഥ. പിടിച്ച് അല്പസമയം ചിന്തിച്ചാൽ നമുക്കത് വളരെ വ്യക്തമാവും. കാരണം ഏറ്റവും താഴെ മനുഷ്യൻ, അതിന്റെ മുകളിൽ ഒരു ഗേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ആ ഗേറ്റ് തുറന്നാൽ മാത്രമേ അതിന്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ആ ഗേറ്റ് എന്ന് പറയുന്നത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്. അതിന്റെ മുകളിൽ ജീവന്റെ വൃക്ഷമുണ്ട്, അതിന്റെ മുകളിൽ ദൈവമുണ്ട്. അപ്പം ദൈവം ആദത്തോടൊപ്പം ഉലാത്തി എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, ആ ദൈവം മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരും ഉലാത്താൻ വേണ്ടി. അതായത് ഇപ്പം വൈകുന്നേരം ഉലാത്തന്റെ സമയമാകുമ്പോൾ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് പർദീസയുടെ താഴെ സ്ഥലത്തൂടെയാണ് ദൈവം മനുഷ്യരും കൂടി ഉലാത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആദം മാർ അപ്രയം പറയുന്നത് മനുഷ്യൻ ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതെ ഇരുന്നത്? കാരണം അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു എന്ന് അവൻ അറിയില്ലായിരുന്നു. കാരണം ഈ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണല്ലോ. അതായത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്നുള്ള ഗേറ്റ് അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ആ ഗേറ്റിന്റെ അപ്പുറത്തുള്ളതൊന്നും ഇവൻ കാണുന്നില്ല. അവിടെ ഒരു ജീവന്റെ വൃക്ഷമുണ്ടെന്ന് ഇവൻ അറിയില്ല. അതുകൊണ്ട് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞതുകൊണ്ടല്ല അവൻ കഴിക്കാതിരുന്നത്, മറിച്ച് അങ്ങനെ ഒരു വൃക്ഷം ഉണ്ട് എന്ന് അവൻ അറിയില്ലായിരുന്നത് കൊണ്ടാണ്. ഇങ്ങനെയാണ് മാർ അപ്രയം പർദീസായി അവതരിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ജീവന്റെ വൃക്ഷം മുകളിലാണ്. ഈ ജീവന്റെ വൃക്ഷവും വിശുദ്ധ കുർബാനയും, ഇതാണ് നമ്മുടെ ഒരു കണക്ഷൻ. അതായത് വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധം, ജീവന്റെ ഔഷധം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പർദീസായുമായി കണക്ട് ചെയ്യുന്നത്? കാരണം നമ്മൾ തിരിച്ചു പോകേണ്ട ഇടമാണല്ലോ പർദീസ. അവിടെ നിന്നാണല്ലോ ആദവും ഹവ്വായും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വന്നതെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണമുണ്ട്. കാരണം ഭൂമിയിൽ നിന്നാണല്ലോ ദൈവം ആദത്തെ ഹവ്വായി ആദ്യം എടുത്തത്, വീണ്ടും തിരിച്ചു വന്നു എന്നാണ് അപ്രയം പറയുന്നത്. അപ്പോ ഇങ്ങനെയാണ് ഈ പർദീസയുടെ അവസ്ഥ. അപ്പൊ ദൈവം ആദ്യ മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങൾ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പറയുന്നതിനെ കുറിച്ച് അപ്രയം പറയുന്ന ഇതാണ്, അത് ഒരിക്കലും, അതായത് ഒരു ഇറ്റേണൽ കമാൻഡ്മെന്റ്, അതായത് നിത്യമായ ഒരു കൽപ്പന ആയിരുന്നില്ല. നിത്യമായ കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ കൽപ്പന ഒരിക്കലും മാറുകയില്ല. അപ്പൊ നീ അത് ചെയ്യരുത് എന്നൊരാൾ നമ്മളോട് പറയുന്നു, അതൊരു നിത്യമായ കൽപ്പനയാണെങ്കിൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മാർ അപ്രയമിന്റെ അഭിപ്രായത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത കൽപ്പന നിത്യമായ ഒരു കൽപ്പന ആയിരുന്നില്ല. മറിച്ച് അവന് താൻ പറയുന്ന ഒരു കൽപ്പന, താൻ അവനോടൊരു കൽപ്പന പറഞ്ഞാൽ ആ കൽപ്പന പാലിക്കാൻ ആദത്തിന് കഴിയുമോ എന്ന് ദൈവത്തിന് അറിയണമായിരുന്നു. അത്രേ ഉള്ളൂ. അതായത് ആദത്തോട് ദൈവം അവന് എല്ലാ സമൃദ്ധിയും കൊടുത്തു, എന്നിട്ട് അവന് ഒരു കൽപ്പന കൂടി കൊടുത്തു. ഈ കൽപ്പന അവൻ താൻ കൊടുത്ത കൽപ്പന, തനിക്ക് വില തന്ന ആ കൽപ്പന ആദം പാലിക്കുമോ എന്ന് ദൈവത്തിന് അറിയണമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് മാർ അപ്രയം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവന് എന്തെങ്കിലും വേണ്ടിയിട്ടല്ല അവൻ ആ കൽപ്പന ലംഘിച്ചത്. അതായത് നമുക്കറിയാലോ, ഇപ്പൊ നമ്മളോട് ഒരാള് നമുക്കൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ വിശന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ അപ്പത്തിൽ നിന്ന് നീ എടുക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ വിശപ്പ് സഹിക്കാൻ നമ്മൾ അവസാനം ചിലപ്പോൾ അതെടുത്ത് കഴിച്ചു എന്ന് വരാം. പക്ഷേ ആദത്തിന്റെ അവസ്ഥയല്ല, അങ്ങനെയല്ല. അവൻ എല്ലാ സമൃദ്ധിക്കും നടുക്ക് നിൽക്കുമ്പോഴാണ് അവൻ ഈ സാത്താന്റെ വാക്ക് കേട്ട് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നത്. അപ്പൊ മാർ അപ്രയമിന്റെ ചിന്ത ഇതാണ്, ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഈ കൽപ്പന നിത്യമായ ഒരു കൽപ്പനയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്ലാൻ ഇതാണ്, ഒരു നിശ്ചിത സമയത്തേക്കാണ് ദൈവം അവന് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. ആ നിശ്ചിത സമയം അവൻ ഈ കൽപ്പന പാലിച്ചാൽ, സപ്പോസ് നമ്മൾ ചിന്തിക്കുകയാണ്, ദൈവം വിചാരിക്കുകയാണ് അടുത്ത ഒരു 2 മാസത്തേക്ക് ഇവൻ ഈ മരത്തിൽ നിന്ന് കഴിക്കരുത്. പക്ഷെ ആദത്തിന് അത് അറിയത്തില്ല. ആദത്തിന് ഹവ്വായ്ക്കും അറിയത്തില്ല ഇത് നിത്യമായ കൽപ്പന അല്ല എന്ന കാര്യം. ഓക്കെ, അതിനെക്കുറിച്ച് മാർ അപ്രയം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിപ്പോ നിത്യമായ കൽപ്പനയല്ല, 2 മാസം ഞാൻ ഇതിൽ നിന്ന് കഴിക്കാതെ ഇരുന്നാൽ ദൈവം എനിക്ക് ഇതിൽ നിന്നും തരും, അതിനുശേഷം അതിന് മുകളിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്നും തരും, അങ്ങനെ ഞാൻ അമർത്യനാകും എന്നറിയാമായിരുന്നെങ്കിൽ ആദത്തിന് ഹവ്വായ്ക്കും വളരെ എളുപ്പത്തിൽ ആ കൽപ്പന പാലിക്കാമായിരുന്നു. ഇപ്പൊ നമ്മളോട് ഇപ്പോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നു,
പക്ഷെ അത് നമ്മൾ ഒരു മാസം ചെയ്യാതെ ഇരുന്നാൽ അതിനേക്കാൾ ഇരട്ടി വാല്യൂ ഉള്ള വേറൊരു കാര്യം കൂടെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ ഈ കൽപ്പന നമുക്ക് പാലിക്കാൻ എളുപ്പമാണ്. എന്ന് പറയുന്നത് പോലെ ആദത്തിനും ഹൗവായിക്കും അറിയത്തില്ല ദൈവത്തിന്റെ മനസ്സിൽ ഇതാണെന്ന്. അതാണ് അപ്രേമിന്റെ ചിന്ത. പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ ഇങ്ങനെയാണ്, ഞാനൊരു നിശ്ചിത കാലം വെക്കുന്നു, ആ കാലത്തോളം ഇവർ ഈ കൽപ്പന, അതായത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന കൽപ്പന പാലിച്ചാൽ, അങ്ങനെ അവർ പാലിച്ച് എന്നോട് വിശ്വസ്തരായിരുന്നാൽ ഞാൻ അവർക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ കൊടുക്കും, അതിനുശേഷം ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കഴിക്കാൻ കൊടുക്കും. അങ്ങനെ അവർ അമർത്യരാകും, അങ്ങനെ അവർ മാലാഖമാരെ പോലെയാകും. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. ഇത് നമ്മൾ സാധാരണ മറ്റ് സഭാപിതാക്കന്മാരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ആദോ ഹവ്വായും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ മാലാഖമാരെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മാർ അപ്രയം പറയുന്നത് അവർ അല്പം അധ്വാനിച്ചു വേണമായിരുന്നു മാലാഖമാരെ പോലെ ആകാൻ. ആ അധ്വാനം എന്താ? ഈ കൽപ്പന പാലിക്കുക എന്നതായിരുന്നു. അവർ, അതായത് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പൂർണ്ണത ദൈവം നൽകിയില്ല ആദത്തിന് ഹൗവായിക്കും. അതാണ് മാർ അപ്രേമിന്റെ ഭാഷ്യം. മറിച്ച് അവർ ഈ കൽപ്പന പാലിച്ചാൽ അവർക്ക് അത് കിട്ടും, അങ്ങനെ അവർ അമർത്യതയുടെ പൂർണ്ണതയിലെത്തും, മാലാഖമാരെ പോലെയാകും. അതായിരുന്നു, അങ്ങനെയാണ് അപ്രേം ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവം അവനോട് പറയുന്നത് ഇങ്ങനെയാണല്ലോ, നീ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത്, കഴിക്കുന്ന നിമിഷം നീ മരിക്കും എന്ന് കൂടി ദൈവം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ മരിക്കുന്നുണ്ടോ അവർ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മാർ അപ്രയം പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ കൽപ്പന തന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ പാലിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം അവരോട് പറയുകയാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറയുന്നു. അപ്പം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, ദൈവം എന്ത് പറഞ്ഞാലും ഞങ്ങൾ പാലിക്കും എന്നൊരു സ്നേഹം കൊണ്ട് അവർ ആ കൽപ്പന പാലിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇനി ഏതെങ്കിലും കാരണവശാൽ സ്നേഹം കൊണ്ട് അവർക്ക് പാലിക്കാൻ പറ്റാതെ വന്നാൽ ഭയം കൊണ്ടെങ്കിലും അവരത് പാലിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് നീ മരിക്കുമെന്ന് കൂടി ദൈവം പറയുന്നത് എന്ന്. അത് മാർ അപ്രേമിന്റെ ഭാഷ്യത്തിൽ ദൈവം ഭയങ്കര സ്നേഹവും കരുണയുള്ള ആളാണ്. നമുക്ക് മറ്റു പല കാര്യങ്ങളും മനസ്സിലാകുമ്പോൾ അത് ഇപ്പൊ അതിനുള്ള സമയമുണ്ടെന്ന് അറിയത്തില്ല. അതുപോലെ അത്രയും കരുണയുടെ നിറകൂടമായാണ് ദൈവത്തെ അപ്രയം അവതരിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം ഈ പറയുന്നതെല്ലാം, അതായത് കുറച്ചു നാൾ അവർ ആ കൽപ്പന പാലിച്ചാൽ അവൻ ഈ 2 വർഷത്തിൽ നിന്നും കൊടുക്കുമെന്നും അവരെ സാത്താൻ പറയുന്നത് പോലെ ദൈവത്തെ പോലെയാകും. കാരണം അമർത്യതയൊക്കെ ദൈവത്തിന്റെ ഭാഗമാണ്. ചില കാര്യങ്ങളൊക്കെ സാത്താൻ പറയുന്നത് കൃത്യമാണ്, നീ ദൈവത്തെ പോലെയാകും. കാരണം ദൈവത്തിന്റെ പ്രത്യേകത എന്താ? 2 കാര്യങ്ങളാണ് ദൈവത്തിന്റെ പ്രത്യേകത. 1 അമർത്യത, 2 തെറ്റാത്ത അറിവ്, ഒരിക്കലും തെറ്റുപറ്റാത്ത അറിവ്. ഇത് രണ്ടും, ഈ 2 വൃക്ഷങ്ങൾ കൃത്യമായ സമയത്താണ് ഈ 2 ഫലങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടും മനുഷ്യന് കിട്ടുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താ? സർപ്പത്തിൽ അല്ലെങ്കിൽ സാത്താനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ആദ്യ മനുഷ്യൻ സംഭവിച്ചത്, ദൈവം വിചാരിച്ച അത്രയും കാലം കാത്തു നിൽക്കാതെ ആദ്യ മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു. അതാണ് പ്രശ്നം. അത് ആദ്യ പാപം എന്താ? മാർ അപ്രേമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പാപം എന്ന് പറയുന്നത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു എന്നതല്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഒരു കുഴപ്പമില്ല, നല്ല വൃക്ഷമാണത്. ഒരുപക്ഷെ അത് നല്ല വൃക്ഷം എന്ന് മാത്രമല്ല, മനുഷ്യന് ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ച വൃക്ഷം കൂടിയാണ്. പക്ഷേ അവന്റെ പാപം എന്താ? ആ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു എന്നുള്ളതല്ല, ദൈവം ഉദ്ദേശിച്ച സമയത്തല്ലാതെ അതിനും മുൻപ് സാത്താന്റെ പ്രേരണയാൽ അതിൽ നിന്ന് കഴിച്ചു എന്നതാണ് ആദ്യ മാതാപിതാക്കളുടെ പാപമായി മാർ അപ്രയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിനു മുകളിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവൻ കഴിച്ച് അവൻ അമർത്യനാകാതിരിക്കേണ്ടതിന് അവനെ പുറത്താക്കാൻ ദൈവം തീരുമാനിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. അപ്പം രണ്ടും പോയി. അതായത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചപ്പോൾ കിട്ടേണ്ടിയിരുന്ന യഥാർത്ഥ അറിവ് അവന് കിട്ടിയുമില്ല, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ സാധിച്ചുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം? അത് 2 അറിവാണല്ലോ, ഒന്ന് നന്മയെക്കുറിച്ചുള്ള അറിവ്, ഒന്ന് തിന്മയെക്കുറിച്ചുള്ള അറിവ്. ഈ നന്മ എന്നതുകൊണ്ട് മാർ അപ്രയം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ അപരിമേയതയാണ്. ദൈവത്തിന്റെ അപരിമേയതയാണ് നന്മ. തിന്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നഗ്നത. നഗ്നത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ബലഹീനത, മനുഷ്യന്റെ ഇല്ലായ്മ അവസ്ഥ. ഇത് രണ്ടുമാണ്. നന്മയെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ദൈവത്തിന്റെ അപരിമേയത, തിന്മയെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് മനുഷ്യന്റെ നഗ്നത, മനുഷ്യന്റെ ഇല്ലായ്മയൊക്കെയാണ്. അപ്പോ ഇത് നന്മയും തിന്മയും ആകാനുള്ള കാരണം എന്താണ്? കാരണം ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചപ്പോൾ മനുഷ്യന് മനസ്സിലായി, ഞാൻ ദൈവം കൽപ്പിച്ചതുപോലെ കുറച്ചു നാളുകൾ കൂടി ഇതിൽ നിന്ന് ഭക്ഷിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ അപരിമേയത കിട്ടിയേനെ. പക്ഷേ ഞാൻ സാത്താന്റെ വാക്ക് കേട്ട് സമയത്തിന് മുൻപ് ഇതിൽ നിന്ന് കഴിച്ചത് കൊണ്ട്
എനിക്ക് മനുഷ്യന്റെ നഗ്നതയും മനുഷ്യന്റെ ഇല്ലായ്മയുമാണ് കിട്ടിയത്. അതായത് ഇതാണ് ദൈവം കൽപ്പിച്ചതനുസരിച്ച് ദൈവം ആഗ്രഹിച്ച അത്രയും കാലത്തോളം ഞാൻ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ദൈവം എനിക്കിതിൽ നിന്ന് തരുകയും ഞാൻ ദൈവത്തിന്റെ അപരിമേയത അതിലേക്ക് വളരുകയും ചെയ്യുമായിരുന്നു, ഉന്നതത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ആ കൽപ്പന പാലിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് ഇപ്പം, അതായത് ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചപ്പോൾ ഈ 2 അറിവുകളാണ് അവന് കിട്ടിയത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അറിവും കിട്ടി, ഇപ്പൊ ആയതിനെ കുറിച്ചുള്ള അറിവും കിട്ടി. അപ്പൊ ഇത് അവന് വലിയ സങ്കടത്തിന് കാരണമായി. നമുക്കറിയാലോ, ഒരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് കിട്ടിയേനെ എന്ന ചിന്ത നമുക്കുണ്ടാക്കാവുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ആദ്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വലിയ ഒരു വേദനയായിട്ട്, സങ്കടമായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്രയം പറയുന്നത്, അതുകൊണ്ടാണ് ദൈവം ആദ്യ മനുഷ്യനെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അനുവദിക്കാതിരുന്നത്. കാരണം അവൻ അന്ന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നെങ്കിൽ ഈ വേദനയുണ്ടല്ലോ, അതായത് ഈ സങ്കടം അമർത്യമായി മാറിയേനെ എന്നാണ് അപ്രയം പറയുന്നത്. അത് അവന്റെ വികാരം, ആ വികാരം അമർത്യമാവും. ആ സമയത്തുള്ള വികാരം അത് സങ്കടമാണ്. കാരണം എനിക്ക് സ്വന്തമാക്കാമായിരുന്ന ദൈവത്തിന്റെ അപരിമേയത ഒരു ചെറിയൊരു ഡിസിഷൻ കൊണ്ട് നഷ്ടപ്പെടുത്തി, എന്നിട്ട് ഈ താഴെയുള്ള ഈ മനുഷ്യന്റെ നഗ്നത ഞാൻ സ്വന്തമാക്കി, ഒരല്പമെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് മറ്റത് കിട്ടുമായിരുന്നല്ലോ എന്ന ചിന്തയോടെ അവൻ അമർത്യനാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ പുറത്താക്കിയെന്നാണ് അപ്രയം പറയുന്നത്. തിരിച്ച് ദൈവത്തിന്റെ സമയത്താണ് അവൻ അതിൽ നിന്ന് ഭക്ഷിച്ചിരുന്നെങ്കിൽ അവൻ ഉണ്ടാകാവുന്ന ചിന്ത ഏതാ? അയ്യോ, എനിക്ക് ദൈവത്തിന്റെ അപരിമേയത കിട്ടിയല്ലോ, ഞാനെങ്ങാനും സാത്താന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ നഗ്നതയിലേക്ക് ഞാൻ പോകണമായിരുന്നല്ലോ എന്ന ചിന്ത അവന് വലിയ സന്തോഷമാകും. കാരണം ഞാൻ ഈ കാത്തു നിന്നതിന്റെ ഇത്രയും വലിയ വില, അതിൽ അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അവൻ അമർത്യനായ സന്തോഷത്തിലേക്ക് വരും. അപ്പൊ ഇതായിരുന്നു ദൈവം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആദ്യ മനുഷ്യൻ കൽപ്പന ലംഘിച്ചു. ദൈവം അവനെ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വിട്ടു. എവിടെ നിന്നാണ് അവനെ എടുത്തത് അവിടേക്ക് അവനെ തിരിച്ചു വിട്ടു. നമ്മൾ തിരിച്ചു പോകേണ്ടത് അങ്ങോട്ടാണ്, പർദീസായിലേക്കാണ്. ഇവിടെയാണ് ഒരു ചോദ്യം, ആദ്യ മനുഷ്യന് എന്താണ് ഈ പാപം ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടത്? എന്താണ് ആദ്യ മനുഷ്യന് നഷ്ടപ്പെട്ടത്? ഒന്ന്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അത് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ഞാൻ സംസാരിക്കുന്നില്ല. 2 കാര്യങ്ങളാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത്. ഒന്ന്, മഹത്വത്തിന്റെ വസ്ത്രമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവൻ മറ്റേ അത്തിവൃക്ഷത്തിന്റെ ഇലകൾ അന്വേഷിച്ചു പോയത്. ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു രംഗം പുതിയ നിയമത്തിലുണ്ട്. അതിനെക്കുറിച്ച് എഫ്രൈം പിതാവ് പറയുന്നത്, അല്ലെ അപ്രയം പിതാവ് പറയുന്നത്, ഇനി അത്തിവൃക്ഷത്തിന്റെ ഇലകളുടെ ആവശ്യമില്ല. കാരണം എന്താ? ഈശോ മാമോദിസ മുങ്ങിയതോടെ ജോർദാൻ നദിയിൽ മഹത്വത്തിന്റെ വസ്ത്രം നിക്ഷേപിച്ചു. മാമോദിസ സ്വീകരിക്കുന്ന എല്ലാവർക്കും മഹത്വത്തിന്റെ വസ്ത്രം കിട്ടുന്നു. അതുകൊണ്ട് ഇനി മഹത്വത്തിന്റെ വസ്ത്രം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് അത്തി ഇലകളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ അത്തിമരത്തെ ശപിച്ചതെന്നാണ് മാർ അപ്രയം അതിനെക്കുറിച്ച് പറയുന്നത്. അത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആദ്യ മനുഷ്യന് പർദീസായിൽ ഉണ്ടായിരുന്ന 2 കാര്യങ്ങളാണ്. അത് രണ്ടുമാണ് അവൻ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത്. അപ്രയം പറയുന്ന അനുസരിച്ച് ഒന്നാമത്തേത് മഹത്വത്തിന്റെ വസ്ത്രം, രണ്ടാമത്തേത് അമർത്യനാകാനുള്ള സാധ്യത. ഇറ്റ് ഈസ് നോട്ട് ഇമ്മോർട്ടാലിറ്റി. അമർത്യതയല്ല ആദ്യ മനുഷ്യന് നഷ്ടപ്പെട്ടത്, മറിച്ച് അമർത്യനാകാനുള്ള സാധ്യത. ഞാൻ ഈ പറയുന്നത് മാർ അപ്രയമിന്റെ അഭിപ്രായമാണ്. മാർ അപ്രയം പറയുന്നത് ആദ്യ മനുഷ്യൻ പർദീസായിൽ വെച്ച് അമർത്യനായിരുന്നില്ല, പക്ഷെ അമർത്യനാകാനുള്ള സാധ്യത അവനുണ്ടായിരുന്നു. അതായത് ഈ കൽപ്പന അവൻ പാലിച്ചിരുന്നെങ്കിൽ അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുകയും അമർത്യനാവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് ആദ്യ മനുഷ്യൻ നഷ്ടപ്പെട്ടത്, മഹത്വത്തിന്റെ വസ്ത്രവും അമർത്യനാകാനുള്ള സാധ്യതയും. ഈ മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടെങ്കിലേ എനിക്ക് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലാതെ എനിക്ക് മേലോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം മഹത്വത്തിന്റെ വസ്ത്രം ഇല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയും ഭൂമിയിലേക്ക് വരികയാണ്. അപ്പൊ ഭൂമിയിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം അവർ ഭൂമിയിലെത്തി. അപ്പൊ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടണം. ഒന്ന്, മഹത്വത്തിന്റെ വസ്ത്രം തിരിച്ചു കിട്ടണം. രണ്ടാമത്തതാണ് പോസിബിലിറ്റി ടു ബി ഇമ്മോർട്ടൽ, അത് അമർത്യനാകാനുള്ള സാധ്യത. ഈ 2 കാര്യങ്ങളാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. മഹത്വത്തിന്റെ വസ്ത്രം നമുക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നത്? മാമോദിസ സ്വീകരിക്കുന്നതോടെ നമുക്ക് മഹത്വത്തിന്റെ വസ്ത്രം തിരിച്ചു കിട്ടുന്നു എന്നാണ് മാർ അപ്രയം പറയുന്നത്. കുദാശകളുടെ രംഗത്തേക്ക് വരികയാണ്. മാമോദിസ സ്വീകരിക്കുന്നതോടെ നമുക്ക് മഹത്വത്തിന്റെ വസ്ത്രം തിരിച്ചു കിട്ടുന്നു. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മാർ അപ്രയം പറയുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. അതായത് ആദ്യ മനുഷ്യന് പാപം ചെയ്തതിലൂടെ മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഈശോ മനുഷ്യനാവുകയാണ്. ഈശോ മനുഷ്യത്വം സ്വീകരിച്ചപ്പോൾ ഈശോ സ്വീകരിച്ച മനുഷ്യത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ മനുഷ്യത്വം
വീഴുന്നതിന് മുമ്പുള്ള ആദത്തിന്റെ മനുഷ്യത്വമാണ്. നിങ്ങൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതായത് ആദത്തിന്റെ മനുഷ്യത്വത്തിന്റെ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദത്തിന്റെ മനുഷ്യത്വവും പാപം ചെയ്യുന്നതിന് ശേഷമുള്ള ആദത്തിന്റെ മനുഷ്യത്വവും. പാപം ചെയ്തതിന് മുമ്പുള്ള ആദത്തിന്റെ മനുഷ്യത്വത്തിന്റെ പ്രത്യേകത എന്താ? അതിന് മഹത്വത്തിന്റെ വസ്ത്രവും ഉണ്ടായിരുന്നു, അമർത്യനാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തതിന് ശേഷമുള്ള ആദത്തിന്റെ മനുഷ്യത്വത്തിന്റെ പ്രത്യേകത, അതിന് മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, അമർത്യനാകാനുള്ള സാധ്യതയും പോയി. പക്ഷെ ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോ ഈശോ സ്വീകരിച്ച മനുഷ്യത്വം ആദം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള മനുഷ്യത്വമാണ്. അപ്പൊ ആ മനുഷ്യത്വത്തിന്റെ പ്രത്യേകത എന്താ? ആ മനുഷ്യത്വത്തിന് മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പം നമ്മൾ ജനിച്ചതുപോലെയല്ല ഈശോ ജനിച്ചത്. ഒരു വ്യത്യാസമുണ്ട്. കാരണം ഈശോ മഹത്വത്തിന്റെ വസ്ത്രവുമായിട്ടാണ് ഈശോ ജനിക്കുന്നത്. അപ്പൊ ആ മഹത്വത്തിന്റെ വസ്ത്രം ഈശോ എന്ത് ചെയ്തു? ജോർദാൻ നദിയിൽ ഈശോ മാമോദിസ മുങ്ങിയപ്പോ യോഹന്നാൻ മാമദാന ഈശോയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുക്കൽ വന്ന് മാമോദിസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്തിനാണ് എന്റെ അടുക്കൽ വന്ന് മാമോദിസ മുങ്ങുന്നത് എന്നൊരു ചോദ്യം യോഹന്നാൻ മാമദാന ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈശോ പറയുന്നുണ്ട്, സർവ്വനീതിയും പൂർത്തിയാക്കാൻ. കാരണം എന്തിനാണ് ഞാൻ നിന്റെ അടുക്ക് മാമോദിസ മുങ്ങുന്നത്? മാറപ്രയം പറയുകയാണ്, ഈശോ യോഹന്നാൻ അടുത്ത് മാമോദിസ മുങ്ങിയത് ഈശോയുടെ ഈ മഹത്വത്തിന്റെ വസ്ത്രം യോർദാൻ നദിയിൽ ഇടാൻ വേണ്ടിയാണ്. അപ്പൊ ഈശോ യോർദാൻ നദിയിൽ ഈ മഹത്വത്തിന്റെ വസ്ത്രം ഇട്ടു. അതിന്റെ ഫലമായി ഈ ഭൂമിയിലുള്ള എല്ലാ ജലത്തിലും മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടായി. അപ്പോ അത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് മാമോദിസ തൊട്ടിയിലെ വെള്ളത്തിലാണ്. അങ്ങനെ മാമോദിസ മുങ്ങുന്നവർക്കെല്ലാം മാമോദിസ തൊട്ടിയിലെ വെള്ളത്തിൽ നിന്ന് ആ മഹത്വത്തിന്റെ വസ്ത്രം തിരിച്ചു കിട്ടുന്നു. അതോടെ ആദവും ഹവ്വായും പർദീസായിൽ നഷ്ടപ്പെടുത്തിയ മഹത്വത്തിന്റെ വസ്ത്രം സ്വന്തമായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയാണ് മാറപ്രയം പറയുന്നതനുസരിച്ച് ആദവും ഹവ്വായും പർദീസായിലായിരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഒരു കാര്യത്തിൽ, അതായത് മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ. ആദവും ഹവ്വായും പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ മഹത്വത്തിന്റെ വസ്ത്രം. അത് മാറപ്രയം മനുഷ്യനെ കുറിച്ച് അവതരിപ്പിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണത്. കാരണം നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിലെ മനുഷ്യൻ പാപത്തിന്റെ ഫലമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുള്ളതിന്റെ ഇടയിൽ അങ്ങനെയല്ല. മാമോദിസ സ്വീകരിച്ചതോടെ ആദി മാതാപിതാക്കളുടെ പർദീസായുടെ അവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്ന ആളാണ് മാറപ്രയം. അത് ആ മഹത്വത്തിന്റെ വസ്ത്രം നമുക്ക് തിരിച്ചു കിട്ടുന്നു. അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം, മഹത്വത്തിന്റെ വസ്ത്രം നമുക്ക് തിരിച്ചു കിട്ടി. അങ്ങനെയെങ്കിൽ രണ്ടാമത് നമുക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്? പോസിബിലിറ്റി ടു ബി ഇമ്മോർട്ടൽ, അമർത്യനാകാനുള്ള. പക്ഷെ ആദ്യ മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ചിരുന്നോ? ഇല്ല. അവൻ ആഗ്രഹിച്ചിരുന്നു ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ, പക്ഷെ അവന് സാധിച്ചില്ല. പക്ഷേ പുതിയ നിയമത്തിലെ സഭാംഗങ്ങളായ നമ്മൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നു എന്നാണ് മാറപ്രയം പറയുന്നത്. അതാണ് വിശുദ്ധ കുർബാന. അതായത് ജീവന്റെ വൃക്ഷം, അതായത് പർദീസായിൽ നമുക്ക് നഷ്ടപ്പെട്ട ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിശുദ്ധ കുർബാന എന്ന കൂദാശ സ്വീകരിക്കുന്നതോടെ ആ ജീവന്റെ വൃക്ഷത്തിൽ നമ്മൾ കഴിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം, ജീവന്റെ അപ്പം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം. അതായത് ആദ്യ മാതാപിതാക്കൾ പർദീസായിൽ എങ്ങനെയായിരുന്നു, ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെയാണ്, ഇതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് പർദീസായിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ മാറപ്രയം മനുഷ്യനെയും പർദീസായി അവതരിപ്പിക്കുന്നത്. ഒന്ന്, ആദ്യം ഉണ്ടായിരുന്ന പർദീസ. രണ്ടാമത്തേത് ഈ ഭൂമി. മൂന്നാമത്തേത് ഇനി നമ്മൾ ചെന്ന് ചേരേണ്ട ഇടം. ഇത് രണ്ടും ഒന്നാണ്. അതായത് ആദ്യം നമ്മൾ ഇറങ്ങിപ്പോന്ന, അതായത് ആദ്യ മാതാപിതാക്കൾ ഇറങ്ങിപ്പോന്ന പർദീസായിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചും ചെല്ലേണ്ടത്. പക്ഷെ അതിനെ രണ്ടായിട്ടാണ് മാറപ്രയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ആദ്യ മാതാപിതാക്കൾക്ക് ആദ്യ പർദീസായിൽ നഷ്ടപ്പെട്ടത് എന്താണ് എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. അതൊന്ന് ഒന്ന് മഹത്വത്തിന്റെ വസ്ത്രമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചർച്ചയിൽ പ്രധാനപ്പെട്ടതല്ലാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി അധികം സംസാരിക്കാത്തത്. മഹത്വത്തിന്റെ വസ്ത്രമാണ്. അത് മാമോദിസ സ്വീകരിച്ചതോടെ നമുക്ക് തിരിച്ചു കിട്ടി. രണ്ടാമത്തേത് അമർത്യനാകാനുള്ള സാധ്യതയായിരുന്നു. ആദ്യ മാതാപിതാക്കൾ അത് നഷ്ടപ്പെടുത്തി. അവർക്ക് ജീവന്റെ വൃക്ഷത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റിയില്ല. പക്ഷേ മാറപ്രയം പറയുന്നത് നമുക്ക് സഭാംഗങ്ങളായ നമുക്ക് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഇപ്പോഴേ ഭക്ഷിക്കാനുള്ള അവസരം ദൈവം തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടെ ആദവും ഹവ്വായും കഴിക്കാൻ ആഗ്രഹിച്ച ഫലത്തിൽ നിന്ന് സഭാംഗങ്ങളായി നാം ഭക്ഷിക്കുകയാണ് എന്നാണ്. പ്രേമിന്റെ ഒരു ഗീതം തന്നെയുണ്ട് അങ്ങനെ. അതായത് ആദവും ഹവ്വായും ഏത് ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചോ ആ ഫലം അവർക്ക് ദൈവം കൊടുത്തില്ല. മറിച്ച് ഇന്ന് മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ സഭാംഗവും ആ ഫലത്തിൽ പങ്കാളിയാകുന്നു എന്ന് മാറപ്രയം എഴുതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാറപ്രയമിന്റെ വീക്ഷണത്തിൽ ആദവും ഹവ്വായും നഷ്ടപ്പെടുത്തിയ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നല്ല കൗദാശിക ജീവിതം നയിക്കുന്നത്. അതായത് എല്ലാവരെയും കുറിച്ചല്ല, നല്ല കൗദാശിക ജീവിതം അതിന്റെ ആത്മാർത്ഥതയിൽ ജീവിക്കുന്ന ഓരോ സഭാംഗവും ആയിരിക്കുന്നത് എന്നാണ്
മാർ അപ്രേമിന്റെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ജീവന്റെ ഔഷധം അല്ലെങ്കിൽ ജീവന്റെ അപ്പം അമർത്യതയുടെ ഔഷധമാകുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ദ ട്രീ ഓഫ് ലൈഫ്. ആദ്യ മാതാപിതാക്കൾ കഴിക്കാൻ ആഗ്രഹിച്ച ജീവന്റെ വൃക്ഷമാണ് വിശുദ്ധ കുർബാന. അപ്പൊ മാർ അപ്രേമിന്റെ ആ ഒരു വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ദർശനം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മുതലേ അത് എന്താണ് ആദ്യ മനുഷ്യന് നഷ്ടപ്പെട്ടത്? ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു അത്. ഇവൻ അത് അവിടെ വെച്ച് തന്നെ കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നതാണ്. അതായത് ആദത്തിന് ഹൗവായ്ക്കും പർദീസായ്ക്കുള്ളിൽ വെച്ച് തന്നെ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അവന്റെ ഒരു എടുത്തുചാട്ടം, ഒരു ആർത്തി, ഒരു അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ അവൻ സാധിച്ചില്ല എന്നതുകൊണ്ട് അവൻ അന്നത് കിട്ടിയില്ല. പക്ഷെ പിന്നീട് ദൈവം ബ്ലെസ്സിങ് ഓഫ് ദി ഫോൾ എന്നാണ് അതിനെക്കുറിച്ച്, ബ്ലെസ്സിങ് ഇൻ ദ ഫോൾ. ആ വീഴ്ചയിൽ തന്നെ ഒരു അനുഗ്രഹം ദൈവം ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് അവന് ഇതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്. പക്ഷെ അത് അതിന്റെ പൂർണ്ണതയിൽ അല്ല എന്ന് കൂടി മാർ അപ്രേം പറഞ്ഞു. ഇതിന്റെ പൂർണ്ണതയിൽ, അതായത് ഈ ജീവന്റെ മറ്റേ മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ പൂർണ്ണതയും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിന്റെ പൂർണ്ണതയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് നമ്മൾ പിന്നീട് മരണശേഷം വീണ്ടും ആദവും ഹൗവായും പോന്ന ആ പർദീസായിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന. അപ്പൊ നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ നമ്മൾ ആദത്തെയും ഹൗവായെയും ആഗ്രഹിച്ച ആ ഫലത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത് എന്നൊരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടാണ്. നമ്മൾ ചിലപ്പം പലപ്പോഴും വളരെ കാഷ്വലായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയിൽ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യും ഉള്ള സാധ്യതകളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പക്ഷേ ഈ മാർ അപ്രേമിന്റെ കൃതികൾ വായിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. അവർ കൊതിച്ചിരുന്ന, ആദ്യം ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ടല്ല, കാരണം അവർക്കറിയില്ലായിരുന്നു ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ അവർ കൊതിച്ചിരുന്ന എന്നതിനേക്കാൾ ദൈവം അവർക്ക് കൊടുക്കാൻ ദൈവം കൊതിച്ചിരുന്ന അപ്പം, അതാണ് ജീവന്റെ വൃക്ഷം. പക്ഷെ അത് എന്തോ ദൈവത്തിന്റെ പദ്ധതിയെ നശിപ്പിച്ചുകൊണ്ട് അവർക്ക് അത് സാധിച്ചില്ല. പക്ഷെ അതും കഴിക്കാൻ ഭാഗ്യം കിട്ടുന്നവരാണ് നമ്മൾ എന്ന്. അതുകൊണ്ടാണ് അതിനെ അമർത്യതയുടെ ഔഷധം എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് പർദീസയിലേക്ക് മടങ്ങി പോകുമ്പം മാർ അപ്രേം പറയുന്ന വളരെ രസകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബാക്കി എല്ലാ സഭാപിതാക്കന്മാരും പറയുന്നത് എവിടെ നിന്ന് നമ്മൾ പോന്നോ അങ്ങോട്ട് നമ്മൾ മടങ്ങിപ്പോകുന്നു എന്നാണ്. ബാക്കി സഭാപിതാക്കന്മാരെല്ലാം, നമ്മൾ ഏത് സഭാപിതാക്കന്മാരെ വായിച്ചാലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സഭയുടെ ചിന്ത അത് തന്നെയാണല്ലോ. നമ്മള് ആദോ ഹൗവായും നഷ്ടപ്പെടുത്തിയ പർദീസ വീണ്ടെടുക്കാനാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ മാർ അപ്രേം പറയുന്നത് ആദോ ഹൗവായും നഷ്ടപ്പെടുത്തിയ പർദീസ അല്ല. അതായത് ആ പർദീസ എവിടമായിരുന്നു? പർദീസയുടെ ഏറ്റവും ചുവട്ടിലുള്ള ഭാഗമായിരുന്നു. പക്ഷെ അതിനുവേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ഏറ്റവും മുകളിൽ ദൈവത്തിന്റെ അടുത്ത്, എവിടെ ദൈവം ആദത്തെയും ഹൗവായെയും കൽപ്പന പാലിച്ചാൽ ആക്കാൻ ആഗ്രഹിച്ചിരുന്നുവോ അവിടം സ്വന്തമാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് ഓരോ മനുഷ്യനും സാധ്യമാണ്. അതായത് ദൈവം അപ്രേം മനുഷ്യനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന്, നീതിമാന്മാരെന്ന്, അതുപോലെ തന്നെ റിപ്പന്റന്റ്, അതായത് നമ്മുടെ പാവങ്ങളെ കുറിച്ച് അനുദപിക്കുന്നവരെന്ന് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദ ഇലക്ട് എന്ന ഗ്രൂപ്പിന് കിട്ടുന്ന സ്ഥലം ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതായത് ആദോ ഹൗവായി എവിടെ ആകണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പൊ അതുകൊണ്ട് അപ്രേം പറയുന്നത് വി വിൽ ബി റിട്ടേണിംഗ് ടു എ പ്ലേസ് മോർ ഗ്ലോറിയസ് ദാൻ ഫ്രം വെയർ ആദം ആൻഡ് ഈവ് ഹാവ് ഫോളൻ ഡൗൺ. എവിടെ നിന്നാണോ ആദവും ഹൗവായും വീണത് അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ടുള്ള, അതിനേക്കാൾ മഹത്വപൂർണമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മള് മരണശേഷം എത്തുന്നത്. കാരണം നമുക്ക് ഏറ്റവും മേള് വരെ ചെല്ലാനായിട്ട് ദൈവം അനുവദിക്കുന്നു. കാരണം ഇവിടെ വെച്ച് തന്നെ നമ്മൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ച് അതിനുള്ള പ്രാക്ടീസ് ചെയ്യാണ്. അതായത് സ്വർഗത്തിൽ ചെന്ന് നമ്മൾ കഴിക്കാനുള്ള ആഹാരം ഇവിടെ വെച്ച് നമ്മൾ കഴിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നാണ് മാർ അപ്രേം പറയുന്നത്. അങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാന ജീവന്റെ അപ്പം അല്ലെങ്കിൽ ജീവന്റെ ഔഷധം, അമർത്യതയുടെ ഔഷധമായി മാറുന്നത്. ഈ ഒരു കണക്ഷൻ, അതായത് ആദ്യത്തെ പർദീസായും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവും ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന പർദീസ എന്നുള്ള ഈ കണക്ഷനിലാണ്. അദ്ദേഹം ഒരുപക്ഷെ വിശുദ്ധ കുർബാനയെ കുറിച്ച് അങ്ങനെ വളരെ വിശദമായിട്ടൊന്നും എഴുതിയിട്ടില്ലെങ്കിലും, പക്ഷെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും ഒക്കെ കുറച്ചുകൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതിയിട്ടില്ലെങ്കിലും ഈ ഒരു കണക്ഷൻ അദ്ദേഹത്തിന്റെ എല്ലാ അവതരണങ്ങൾ, പർദീസയെ കുറിച്ചുള്ള അവതരണങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെയാണ് വിശുദ്ധ കുർബാനയെ അദ്ദേഹം ജീവന്റെ ഔഷധമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടേ ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അത്യാവശ്യം ഇച്ചിരി സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ചോദിക്കാവോ അച്ഛാ? കേക്കാം. വിൻസെന്റ് ചിറ്റിലപ്പള്ളി അച്ഛനാണ്. ഏതായാലും അച്ഛൻ്റെ ക്ലാസ്സില് ഈ എഫ്രേമിന്റെ കുർബാനയെ കുറിച്ചുള്ളത്
പ്രധാനമായിട്ടും ജീവന്റെ വൃക്ഷത്തെ ആസ്പദമാക്കിയാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം അത് ഒരുപക്ഷെ എല്ലാം അതിന്മേൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അച്ഛൻ അത് മാത്രം പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അതോ ഇനി എഫ്രൈമിന്റെ ഒരുപാട് ഉണ്ടോ എന്ന് എനിക്ക് അത്രയും ഉറപ്പില്ല. പക്ഷെ അതിനകത്ത് അച്ഛൻ്റെ ക്ലാസ്സിൽ എനിക്ക് വളരെ ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞാൻ പല കമ്മ്യൂണിറ്റികളിലും ഈ പരിശുദ്ധ കുർബാന തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, ജീവന്റെ വൃക്ഷത്തിലാണെന്നൊക്കെ പറയുമ്പോൾ എന്നെ ചിലർ തല്ലിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും ഒരു വികലമായ കാഴ്ചപ്പാട് കുർബാനയെ കുറിച്ചിട്ട്. കുർബാന എന്ന് പറയുമ്പോൾ സിഹിനൂട്ടിശാലയിൽ ആണെന്നുള്ള ഒരു ഇത്. അപ്പം അതിൽ നിന്നും അച്ഛൻ ഈ 3/4 മണിക്കൂർ സമയം ആ ജീവന്റെ വൃക്ഷവും അറിവിന്റെ വൃക്ഷം തന്നെ അച്ഛൻ പറഞ്ഞു. അതിനകത്ത് പലർത്തി പറഞ്ഞ് ഞാൻ അച്ഛനെ അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ. പിന്നെ ഒരു ചോദ്യം പോലെ, ആ ചോദ്യം ചോദിക്കുന്ന വാസ്തവത്തിൽ എനിക്ക് വേണ്ടിയല്ല, എനിക്ക് ഇതിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. എങ്കിലും നമ്മൾ ഇന്ന് സീറോ മലബാർ സഭ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഗോള സഭയിലെ പരിശുദ്ധ കുർബാനയുടെ ഭൂമി കുലുക്കം നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അച്ഛൻ ആരംഭത്തിലൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ കുർബാനയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒത്തിരി നടക്കുന്ന ഒരു സമയമാണ്. അത് നമ്മൾ വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. ചർച്ചകൾ, ക്രൈസിസ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ചർച്ചകൾ നടക്കുന്നു. പക്ഷെ നമ്മുടെ കേരള സഭയെ സംബന്ധിച്ച് കേരളം നമ്മുടെ പൗരസ്ത്യ സുറിയാനി കൽദായ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ തർക്കങ്ങളുടെയും കോളികൾക്ക്, പിന്നെ ഭൂമി കുലുക്കത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ഒക്കെ ഒരു അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് നമ്മൾ കൽദായരാണ് എന്ന് പറയുമ്പോൾ അതിനെ തെറി പറയുന്നവരുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം വാട്സപ്പിലൂടെ ഞാൻ ഇതിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ സാരമില്ല, അവരുടെ അറിവില്ലായ്മയായിട്ട് ഞാനങ്ങ് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു ചോദ്യം അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എഫ്രൈം എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്കൂളിന്റെ സ്ഥലം ഞാൻ മറന്നുപോയല്ലോ, ഇറാഖിലാണല്ലോ അല്ലേ? ഓക്കെ, ആണല്ലോ. ചെറിയ അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത്, ഈ നമ്മള് ഈ കൽദായിൽ നിന്ന് ഇത് കൊണ്ടുവന്നതല്ലേ, ഇതെന്തിനാ ഈ സിറിയായിക്ക് പോകേണ്ട കാര്യം എന്തായിരിക്കും? നമ്മള് സീറോ മലബാറുകാര് ഇവിടെ കേരളത്തിലും ഭാരതത്തിലുള്ളവരല്ലേ? ഇത് വൈദേശികമായ കാര്യങ്ങളാണ് എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ അതിനെ കുറിച്ച് ഷോർട്ടായിട്ട് ഒന്ന് പറയാമോ? എനിക്ക് തോന്നുന്നത് വളരെ ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ അനാവശ്യമായ ഒരു പ്രശ്നം അതാണ്. നമ്മുടെ ആരാധനാക്രമം കൽദായമാണ്, അത് വൈദേശികമാണ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എഫ്രൈമിന്റെ ഇത് എടുക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛനെ എന്തെങ്കിലും കോംപ്ലിമെന്റ് ചെയ്ത് അതിനെ കുറിച്ച് പറയാമോ അച്ഛൻ? അച്ഛൻ ഒത്തിരി നന്ദി, അച്ഛന്റെ ഒരു കോൺട്രിബ്യൂഷൻ നന്ദി. അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, വിശുദ്ധ എഫ്രൈമിനെ അല്ലെങ്കിൽ മാർ എഫ്രൈമിന്റെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ചിന്തകളെ കുറിച്ച് പറയുമ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. പക്ഷെ ഞാൻ ഈ ഒരു 45 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഐഡിയ മാത്രം ഒന്ന് പറയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളിപ്പം ചിന്തിക്കുമ്പം നമുക്കറിയാം വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ വിശുദ്ധ കുർബാന എന്നത് മാത്രം ഒതുക്കി നിർത്താം. അതൊരു ആരാധനക്രമ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ. അത് നമുക്കെല്ലാം നമ്മൾ അഭിമാനിക്കുന്നവരാണ്. മാർത്തോമാ സ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ. ഈ സ്ലീഹന്മാരുടെ എല്ലാം വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവരുടെ എല്ലാ ആരാധനക്രമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജെറുസലേമിൽ ആദ്യം അർപ്പിക്കപ്പെട്ട ആരാധനക്രമമാണ്. അത് വിശുദ്ധ കുർബാനയാകട്ടെ, പ്രാർത്ഥനകളുടെ എല്ലാം അടിസ്ഥാനം അത് ഈശോയും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് അർപ്പിച്ചാർ. അത് പിന്നീട് സ്ലീഹന്മാരിലൂടെ പല സ്ഥലങ്ങളിലേക്ക് വരുന്നു. നമ്മൾ ഈ കൽദായം എന്ന് പറയുന്ന ആ വാക്കിനായിരിക്കും ചിലപ്പോ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു തോമാസ്ലീഹയുടെ അപ്പസ്തോലിസിറ്റി ആയിട്ട് മനസ്സിലാക്കിയാൽ, അതായത് തോമിസ്റ്റിക് ലിറ്റർജി, അതിനെ ഒരു കൽദായം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ അസ്വസ്ഥത. അത് ആ വാക്കിന് പകരം ഇതൊരു തോമാസ്ലീഹയുടെ ആരാധനക്രമമാണ്. ആരാധനക്രമം പങ്കുപറ്റുന്ന സഭകളിൽ ഒന്നാണ് നമ്മൾ. അപ്പൊ ആ സഭകൾ തമ്മിൽ സ്വാഭാവികമായും പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ഉണ്ടാവുക. കാരണം നമ്മുടെ സ്വന്തം പിതാവിന്റെ മക്കൾ എന്ന നിലയിൽ ആ വാക്ക് മനസ്സിലാക്കിയാൽ, അച്ഛനിപ്പോ പറഞ്ഞ വാക്ക് തോമാസ്ലീഹായുടെ പൈതൃകം എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ അത് സ്വീകരിക്കാൻ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ സുറിയാനി ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഞാൻ റോമിൽ പഠിച്ച സമയത്ത് നമ്മുടെ മലയാളിയായ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന അവസരങ്ങളിൽ പോലും അവിടെ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വായനകള് ലാറ്റിൻ, ഗ്രീക്ക് ബൈബിളിൽ നിന്ന് മാത്രമേ അവിടെ വായിക്കാറുള്ളൂ. പക്ഷെ നമ്മളാരും ഒരു സുറിയാനി ബൈബിള് വായിക്കണമെന്ന് ഒരിക്കലും ആവശ്യപ്പെടാറില്ല. കാരണം നമുക്ക് സ്വന്തമായി നമ്മുടെ ഭാഷയോട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങളോടുള്ള
താല്പര്യം എത്രത്തോളം ഉള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഇതൊക്കെ. പക്ഷെ ബാക്കി ഗ്രീക്ക് ലാറ്റിൻ സഭകൾ അവർ ആവശ്യപ്പെടും, അവരുടെ ഭാഷയിൽ അത് വായിക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പം ആദ്യം നമ്മുടെ സ്വന്തം ഇപ്പൊ സുറിയാനി എന്നത് നമ്മുടെ പൗരസ്ത്യ സുറിയാനി എന്നത് നമ്മുടെ സഭയുടെ ഭാഷയാണ്. ആ ഭാഷയോടുള്ള സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം ഒരു തോമാസ് ലീഹായുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ആ ഒരു ബഹുമാനം നമ്മുടെ അപ്പസ്തോലിനോട് ഉണ്ടെങ്കിൽ ഇതിനോടൊക്കെ സ്നേഹം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛന് കുറച്ചുകൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തോമസ് ലീഹ 52 ഇന്ത്യയിൽ വന്നെന്നും അത് മലബാറിൽ വന്നെന്നും പറഞ്ഞ പച്ചക്കള്ളമാണ് ഇവിടുത്തെ പ്രശ്നം. തോമസ് ലീഹ ആദ്യം പണ്ടത്തെ സിൽക്ക് റൂട്ടിലൂടെ അന്നത്തെ പാർഥ്യ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട്, യഹൂദന്മാരുള്ളിടത്ത് വന്നതുകൊണ്ട് നമുക്ക് സുറിയാനി അടിസ്ഥാനം വെച്ചുകൊണ്ടുള്ള ഒരു ആരാധനാക്രമം വളർന്നു വന്നു. പിന്നീട് 15-ാം നൂറ്റാണ്ടിലെ കോളനൈസേഷന്റെ കാലഘട്ടത്തിൽ നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ മാറി, പാകിസ്ഥാൻ ഉണ്ടായി, ഇറാൻ ഉണ്ടായി, അഫ്ഗാനിസ്ഥാൻ ഉണ്ടായി. അങ്ങനെയാണ് നമുക്കത് നഷ്ടമായിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ വരുമ്പോൾ തോമസ് ലീഹയുടെ വരവ് 52-ൽ ഇട്ട് ചുരുക്കി ഇടുമ്പോൾ സർവത്ര പ്രശ്നമായി. ആ ഒരു കണക്ഷൻ, ആ ലിങ്ക് കിട്ടാത്ത ഒരു വലിയൊരു, ഞാൻ 1-2 വീഡിയോ ഞാൻ കണ്ടു, വളരെ സങ്കടം തോന്നി. രണ്ട് അൽമായൻ വളരെ ക്ഷോഭിച്ച് കൽദായരെ നാട് കടത്തണമെന്നും പറഞ്ഞിട്ട് അങ്ങ് പ്രസംഗിക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും തോമസ് ലീഹ ഈ തോമായുടെ നടപടികൾ എന്നുള്ള പുസ്തകം വായിക്കാൻ നമുക്കറിയാം. AD 42-നോടടുത്ത് ഗുജറാത്തിലുള്ള ബാറൂച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുകളിലേക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ സൈഡിലുള്ള ടാക്സിലയിൽ ചെന്ന് അവിടെയാണ് നമ്മൾ ഗുണ്ടഫറസ് രാജാവിനെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ പാർത്തിയൻസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്, പേർഷ്യൻ രാജാക്കന്മാരാണ്. അപ്പൊ ആ കണക്ഷൻ അന്ന് മുതലേ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. പാകിസ്ഥാൻകാർ ശരിക്കും പറയുന്നത് അവരും ജൂലൈ 3 ആഘോഷിക്കുന്നതിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോഴും ഉണ്ട്. 34-ൽ വന്നെന്നാ പറയാ. അപ്പൊ ഞാനിത് അച്ഛനതൊന്ന് കോംപ്ലിമെന്റ് ചെയ്തത് നല്ലതായിരിക്കും. ഞാൻ ആർക്കെങ്കിലും ചോദിക്കാതെ ചോദിച്ചോട്ടെ. താങ്ക് യു. ചോദിക്കാനുണ്ടോ? വെളിപാടിന്റെ പുസ്തകത്തിലെ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള ഒരു എത്തിപ്പെടലിനെ കുറിച്ച് വിവരിക്കുന്നുണ്ടല്ലോ, അത് ഇതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും അപ്രയം പറയുന്നുണ്ടോ? അപ്രേമിന്റെ കൊട്ടേഷൻസിൽ അതിനോടുള്ള റെഫറൻസ് ഇല്ല. പക്ഷെ നമുക്ക് ബൈബിളിനെ, അതായത് മാർ അപ്രേമിന്റെ എല്ലാ രചനകളെയും നമുക്ക് ബൈബിളുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ അദ്ദേഹം ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ആദ്യത്തെ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വിവരണങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ്. കാരണം അദ്ദേഹത്തിന്റെ കമന്ററി ഓൺ ജനേസിസിനെ കുറിച്ചുള്ള കമന്ററി നമുക്ക് വായിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതിനകത്താണ് അദ്ദേഹം ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് റെഫർ ചെയ്യുന്നത്. അപ്പം സാറ് പറഞ്ഞതുപോലെ നമുക്കതിനെ വെളിപാടിലേക്ക് കണക്ട് ചെയ്യണം. വെളിപാടിലെ കാണുന്ന റെഫറൻസുകളെല്ലാം പിന്നീട് വരാൻ പോകുന്ന ഒരു ജീവിതത്തെ കുറിച്ചുള്ള റെഫറൻസ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു എന്നാ പറയുന്ന ഒരു പൗലോസ്ലീഹ പറയുന്ന പോലെ കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു, അവിടെ നമ്മൾ മുഖാഭിമുഖം ദർശിക്കും എന്ന് പറയുന്നത് പോലെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മളിവിടെ ഭക്ഷിച്ചു തുടങ്ങുന്നു. പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ സ്വന്തമാക്കുന്നത് വരാനിരിക്കുന്ന ലോകത്തിലാണ്. അപ്പം വെളിപാടിന്റെ പല ദർശനങ്ങളും സ്വർഗീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു റെഫറൻസ് കൂടി ആയതുകൊണ്ട് അതിനെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷെ എഫ്രൈം പറയുന്നത് ആദ്യത്തെ പർദീസായിലെ, അതായത് ആദ്യത്തെ ഹൗവായെ സൃഷ്ടിച്ച ആ സമയത്ത്, അതായത് ജനേസിസിലെ പർദീസായെ കുറിച്ചാണ്, അവിടെയുള്ള ജീവന്റെ വൃക്ഷത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കൺസേൺ അതായിരുന്നല്ലോ, ആദ്യ മനുഷ്യൻ എന്തുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിച്ചില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കൺസേൺ. ഈ ലോകത്തിലെ പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണെ, പിന്നെ പർദീസായില് മറ്റു ജീവജാലങ്ങളൊന്നും ഉണ്ടായതില്ല, മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഈ പാമ്പ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണൊരു ചോദ്യം. അല്ല, അതിനെക്കുറിച്ച് എഫ്രൈമൻ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഈ പാമ്പിനെ കേൾക്കാൻ കഴിയണമെങ്കിൽ ആദം പർദീസായുടെ ബൗണ്ടറിയിൽ വരണമായിരുന്നു എന്നാണ്. അതായത് അതായത് സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നതുകൊണ്ട് പർദീസായുടെ അതിരിൽ വെച്ചാണ് ഇവർ തമ്മിൽ സംസാരിച്ചതെന്നാണ്. അവിടെ നിന്നാണ് പുള്ളി ചൂണ്ടിക്കാണിച്ചത്, ആ കാണുന്ന അതിൽ നിന്ന് കഴിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ, അതിൽ നിന്ന് പോയി കഴിക്കണമെന്ന് പറഞ്ഞു. അതായത് മൃഗങ്ങൾ അങ്ങനെ വരുന്നു എന്ന രീതിയിലാണ്. അത് എഫ്രൈമിന്റെ എല്ലാ വിവരണങ്ങളും നമ്മളിപ്പോ അക്ഷരാർത്ഥത്തിൽ അതുപോലെ എടുക്കണ്ട. നമുക്കൊരു എന്നാ പറയുന്നത്, ഒരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പോലെ അവതരിപ്പിക്കുകയാണ്. അപ്പം പാമ്പിന് സംസാരിക്കണമെങ്കിലും പർദീസയുടെ അതിർത്തിയിൽ വെച്ചാണ്, അതായത് ഭൂമിയുടെയും പർദീസയുടെ അതിർത്തിയിൽ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നതെന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. താങ്ക് യു അച്ഛാ. അതേപോലെ ഈ പർദീസയെ പറ്റിയും പർദീസ സ്വർഗം ഇതേപ്പറ്റി പറയുമ്പോ ഞാനൊക്കെ എന്റെ കൊച്ചുകാലത്തിലൊക്കെ പഠിച്ചേക്കണത് ഒരു സ്ഥലത്തിനോട് ഉപമിച്ചുകൊണ്ടാണ് സാധാരണ ടീച്ചേഴ്സ് സൺഡേ സ്കൂളിലാണെങ്കിൽ പറയുന്നത്. പക്ഷെ ആ പർദീസ അല്ലെങ്കിൽ സ്വർഗം നരകം എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണോ അച്ഛാ, ഇല്ല ഒരു സ്ഥലമാണോ? അല്ല, അതിപ്പോ ചേച്ചി പറഞ്ഞ കണക്ക് എഫ്രൈം പറയുന്നത്
ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ നമുക്ക് നികത്താനാവാത്തൊരു അകലമുണ്ട്. അതുകൊണ്ട് വിടവുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഷയിൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇമേജറി ആയിട്ടാണ് ഈ മലയൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. ഇതൊരു സ്ഥലമാണെന്നോ അല്ലെങ്കിൽ ആ മലയുടെ മുകളിൽ ദൈവം ഇരിക്കുന്നെന്നോ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യന് കൽപ്പന ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് കഴിക്കരുതെന്നാണ്. അതിൽ നിന്ന് കഴിച്ചാൽ മാത്രമേ മറ്റതുണ്ടെന്ന് അവൻ അറിയാൻ പറ്റത്തുള്ളായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പോളിസി. അതുപോലെ തന്നെ ഇനിയും വരാൻ പോകുന്ന പ്രതീക്ഷ ഒരു സ്ഥലമാകണം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊരു അവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിലും നമുക്ക് ജീവന്റെ വൃക്ഷം എന്താണോ അത് അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവും അവിടെ. അത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിരുന്ന് കഴിക്കുന്നു എന്നൊക്കെ അഭിപ്രായം പറയുന്നത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് അങ്ങപ്പോ നമുക്ക് എളുപ്പമാണല്ലോ, ഇങ്ങനെ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൽ നമ്മൾ പറിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ കുറച്ചുകൂടെ വിശ്വാസത്തിൽ വളരുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മളിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് 1058 68 എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അച്ഛാ. അതുകൊണ്ടാണ് ഞാനിപ്പോ ചോദിച്ചത്. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ, നമ്മള് ഇപ്പോ പ്രവേശന കൂദാശകള് ഒരുമിച്ച് കൊടുക്കുമ്പോ ഈ ത്തിന്റെ വസ്ത്രം അണിയുന്നതോടൊപ്പം തന്നെ ലഭിക്കുന്നതോടൊപ്പം തന്നെ ജീവന്റെ വൃക്ഷത്തിന് അതും ഒരുമിച്ച് തരുന്ന ഒരു കൺസെപ്റ്റ് ആണോ സഭ ഉദ്ദേശിക്കുന്നത്? അല്ല, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ഇല്ല. അതായത് ആ മഹത്വത്തിന്റെ വസ്ത്രം നമുക്ക് വേണം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ. ആ മഹത്വത്തിന്റെ വസ്ത്രം മാമോദിസ ആദ്യം, അതുകൊണ്ടാണല്ലോ മാമോദിസായെ ബേസിക് സാക്രമെന്റ്, മാമോദിസ എന്നുള്ള ഒരു കൂദാശ സ്വീകരിക്കാതെ മറ്റു കൂദാശകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് സഭ പറയുന്നത് ഇതിന്റെ ബേസിസിലല്ല. പക്ഷേ എഫ്രൈമിന്റെ കാഴ്ചപ്പാടിൽ അതിനെ നമ്മൾ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ചാൽ മാത്രമേ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് മാമോദിസ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പം സാറ് പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ആന്റി ചോദിച്ചതുപോലെ നമ്മള് എഫ്രൈം 4-ാം നൂറ്റാണ്ടിലെ ഒരു സഭാപിതാവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ കമ്പയർ ചെയ്താൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, പക്ഷെ പല കാര്യങ്ങളും ഇന്നും വാലിഡ് ആണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു സ്പിരിച്വലി ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ആദത്തെ ഹവ്വായേക്കാൾ കൂടുതൽ അനുഗ്രഹീതരാണ് എന്ന് പറയുന്ന ഒരു സഭാപിതാവാണ് എഫ്രൈം. അത് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കൂദാശകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ കൂദാശകൾ സ്വീകരിക്കുന്നതിന്റെ വാല്യൂ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൂദാശ സ്വീകരിക്കാൻ നമ്മൾ ആദത്തെ ഹവ്വായേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് അവർക്ക് കുറച്ചുകൂടി ഇൻസ്പിരേഷൻ ആവും. അതൊക്കെയാണ് ഇവരുടെ ഈ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുടെ ഒരു പ്രത്യേകത. അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാണ് ഈ എഫ്രൈമിനെ കുറിച്ച് പറയുമ്പോൾ. അതായത് ഈ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പം ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് മാറപ്പറയാൻ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, ദൈവം ആദ്യം തന്റെ കാലൊച്ച കേൾപ്പിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതായത് ആദ്യം ദൈവം ഒന്ന് അവനോട് ചോദിക്കുമല്ല, അപ്പൊ കാലൊച്ച കേൾപ്പിച്ചത് ഈ കാലിന്റെ ഒച്ച കേട്ടിട്ടെങ്കിലും മനുഷ്യൻ അനുദപിച്ചിരുന്നെങ്കിൽ അവനെ ദൈവം അവിടെ നിറക്കി വിടുകയില്ലായിരുന്നു എന്നാണ് അപ്പറയും പറയുന്നത്. അതിനുശേഷം അവൻ ആദ്യം എന്തുകൊണ്ടാണ് സർപ്പത്തെ ശാസിച്ചത്? സർപ്പത്തെ വഴക്ക് പറയുന്നത് കേട്ടിട്ടെങ്കിലും ആദോ ഹവ്വായും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ദൈവം അത്രയും, അതായത് നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം അതൊരു ഡെലിബറേറ്റ് ഡിസിഷനാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ പുറത്തു പോകാന്നുള്ള, പക്ഷെ അതിനിടയിൽ പോലും ദൈവം അവൻ അനുദപിക്കാൻ അവസരം കൊടുത്തു എന്ന് പറയത്തക്ക വിധം അത്രയും ദൈവത്തെ കരുണാനിധിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സഭാപിതാവാണ് മാറപ്പറയും. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനുഷ്യനെ എന്നേക്കുമായി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും മഹത്വത്തിന്റെ വസ്ത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിന് അവനത് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നാണ് അപ്പറയും പറയുന്നത്. അച്ഛാ, അത് അച്ഛൻ പറഞ്ഞതിനോട് ചോദിച്ചോണ്ട് എന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് അച്ഛാ, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ഈ ശബ്ദം കേട്ടു. അപ്പൊ ഇത് തന്നെയല്ലേ നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് തന്നെയല്ലേ മാതാവ് അത് തന്നെയല്ലേ അച്ഛാ പറയുന്നത്? ശബ്ദം എന്ന് പറയുമ്പോൾ വചനമല്ലേ? ആ വചനം അവൻ പറയുന്നത് എന്താണോ അത് ചെയ്യുക എന്നല്ല അച്ഛാ നമ്മള് ആന്റി ഇതിന്റെ അകത്ത് അപ്പറയും പിതാവ് ഈ ശബ്ദം എന്നതുകൊണ്ട് അപ്പറയും പിതാവ് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ദൈവം എന്തുകൊണ്ടാണ് അവനെ ഉലാത്തുന്നതിന്റെ ശബ്ദം ആദ്യം കേൾപ്പിച്ചത്? അങ്ങനെ കേൾപ്പിക്കാതെ വേണമെങ്കിൽ ദൈവത്തിന് ടപ്പയെന്ന് അവന്റെ മുമ്പിൽ വന്ന് എന്നിട്ട് പുറത്തിറങ്ങണമെന്ന് പറയാമായിരുന്നല്ലോ.
അങ്ങനെ പറയാതെ എന്തിനാണ് ദൈവം ഉലാത്തുന്നതിന്റെ ശബ്ദം കേൾപ്പിച്ചത് എന്ന് അപ്രയം പിതാവ് പറയുന്നത്, ആ ശബ്ദം കേട്ടിട്ടെങ്കിലും അവൻ അയ്യോ ആ ശബ്ദം കേട്ട് ദൈവം വന്നല്ലോ, ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ, ഞാൻ മനസ്തവിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ദൈവം രക്ഷപ്പെടുത്തിയേനെ എന്ന് അപ്രയം പറയുകയാണ്. അത് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ അത് അതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ കരുണ ഇത്രയും കാരുണ്യവാനാണ്. എന്തെങ്കിലും ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിച്ചു എന്ന് പറയാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും. ഇപ്പം ആന്റി പറഞ്ഞ പോലെ നമ്മൾ പുതിയ നിയമത്തിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിനെ ദൈവവചനം എന്നൊക്കെ ആക്കാം. പക്ഷെ ആ ശബ്ദം അത് കാലടിയുടെ ശബ്ദമാണല്ലോ. ആ കാലടിയുടെ ശബ്ദം കേൾപ്പിക്കുന്നത് ഇവൻ അനുദപിക്കാൻ വേണ്ടിയാണ് എന്നാണ് അപ്രയം പറയുന്നത്. ശരിയാ ശരി അച്ഛാ. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു. പക്ഷേ ഈ പല കാരണങ്ങളും കൊണ്ട് കുർബാന സ്വീകരിക്കാത്തവരുണ്ടല്ലോ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ താമസിക്കുന്നവർ. ഇപ്പൊ ഞാനാണെങ്കിലും 3-ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് കുർബാന സ്വീകരിക്കുന്നത്. മറ്റു മതത്തിലുള്ളവര് അതിനെ കുറിച്ച് അറിയാൻ പറ്റാത്തവര്. അപ്പം അവര് മരിച്ചു കഴിയുമ്പോഴത്തേക്കും പർദീസായുടെ ആദമൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അങ്ങനെയാണ് അവര് ജീവന്റെ ഇത് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഇവിടെ വെച്ച്. അച്ഛന്റെ ഈ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് നമ്മളിപ്പോ ആദിമ സഭാപിതാക്കന്മാർ ആരുടെ കാര്യം എടുത്താൽ, ഇപ്പം അഫ്രഹാത്ത് സുറിയാനി സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യനായ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. ഇവരുടെയൊക്കെ ചിന്തകൾ നമ്മൾ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവര് മാമോദിസ സ്വീകരിച്ചവരെ കുറിച്ച് മാത്രമാണ് കൺസേൺഡ്. അതായത് ഇപ്പൊ നമ്മള് എന്നാ പറയുന്നത്, ഗ്രീക്ക് സഭാപിതാവായ ലത്തീൻ സഭാപിതാവായ സിപ്രിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. അതായത് മാമോദിസ സ്വീകരിക്കാത്തവർക്ക് രക്ഷയില്ല എന്ന് 2-ാം നൂറ്റാണ്ടിൽ സിപ്രിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും മാമോദിസ സ്വീകരിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈശോ ഉടനെ വരുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. അപ്പൊ അവര് മാമോദിസ സ്വീകരിക്കാത്തവരെ പറ്റി ചിന്തിക്കുന്നില്ല. അവര് ആകെ ചിന്തിക്കുന്നത് മാമോദിസ സ്വീകരിച്ചവരുടെ രക്ഷയെക്കുറിച്ച് മാത്രമാണ്. അപ്പം എല്ലാവരും മാമോദിസ സ്വീകരിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ചിന്തിക്കുന്നത് 2-ാം വത്തിക്കാൻ കൗൺസിലിലെ ചില ഡിഗ്രികളുടെയൊക്കെ ബേസിസിൽ മാമോദിസ സ്വീകരിക്കാത്തവർക്ക് രക്ഷയുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നമുക്ക് ആർക്കും അറിയാൻ മേലാത്ത ഒരു വഴിയിലൂടെ ദൈവം അവരെ രക്ഷിക്കാം എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കിതൊരു ഇതായിട്ട് തോന്നുന്നത്. പക്ഷെ അന്നത്തെ കാലത്തെ സഭാപിതാക്കന്മാര് ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് ചിന്തിച്ചിരുന്നവരാണ് അവര്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അഫ്രഹാത്തൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാമോദിസ സ്വീകരിച്ചില്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. ഈ പരിശുദ്ധാത്മാവ് തിരിച്ചു വന്നില്ലെങ്കിൽ, നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ഓരോ പാർട്ടിക്കിൾ കിട്ടും. ആ പാർട്ടിക്കിൾ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും തിരിച്ച് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അഫ്രഹാത്ത്. അപ്പൊ മാമോദിസ സ്വീകരിക്കാത്തവരാരും രക്ഷപ്പെടുകയില്ല. ഇവരുടെ എല്ലാം പറയുന്നതിൽ ആ ഒരു ധ്വനിയുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും മഹത്വത്തിന്റെ വസ്ത്രം തിരിച്ചു കിട്ടാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതായത് തിരിച്ച് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ വിവാഹ വിരുന്നിനെ കുറിച്ചുള്ള ഉപമയും പറയുന്നുണ്ടല്ലോ. കുറെ പേരെ വിളിച്ചുകൊണ്ട് പോയി, പക്ഷെ വിവാഹ വസ്ത്രം ഇല്ലാത്തവനെ ദൈവം ഇറക്കി വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിവാഹ വസ്ത്രം ഇല്ലാതെ അല്ലെങ്കിൽ മഹത്വത്തിന്റെ വസ്ത്രം ഇല്ലാതെ സ്വർഗത്തിലോട്ട് തിരിച്ചു കയറാൻ പറ്റത്തില്ല. മഹത്വത്തിന്റെ വസ്ത്രം കിട്ടണമെങ്കിൽ മാമോദിസ മുങ്ങണം. പക്ഷെ ഇപ്പോഴത്തെ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പഠനം വെച്ച് നമുക്ക് എഫ്രൈമിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മാമോദിസയിലൂടെ അല്ലാതെ ദൈവം ആ മഹത്വത്തിന്റെ വസ്ത്രം ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആളല്ല. പക്ഷെ മാറപ്രയം പറയുന്നതനുസരിച്ച് മാമോദിസയിലൂടെ മാത്രമേ മഹത്വത്തിന്റെ വസ്ത്രം കിട്ടൂ. മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടെങ്കിലേ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ബാപ്റ്റിസം ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ചിന്ത. അത് ആ കാലത്തെ ആണ്. അതായത് എന്നാ പറയുന്നത്, 4-ാം നൂറ്റാണ്ടിൽ അവർ ചിന്തിച്ചിരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇപ്പം നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ പറയുന്നത് എങ്ങനെയാണല്ലോ, നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത ഏതോ ഒരു വഴിയിലൂടെ ദൈവം അവരെ രക്ഷിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായി കൗദാശികമായ ജീവിതമാണ് രക്ഷയിലേക്കുള്ള വഴി. അതിനകത്ത് സംശയമൊന്നുമില്ല. അത് സംശയലേശമെന്നിയ രക്ഷയിലെത്താനുള്ള വഴി കൂദാശകളാണ്. ആ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. കൂദാശകൾ സ്വീകരിച്ചാൽ നമുക്ക് രക്ഷയിലെത്താം. പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം എന്നാ പറയുന്നത് ഹൈപ്പോത്തസിസ് ആണ്. അങ്ങനെ ആവാം, ദൈവം വിചാരിച്ച. ദൈവത്തിന് നമുക്ക് നിയന്ത്രണം വെക്കേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു. കളത്തിലച്ചാ. ഓക്കെ. ഹലോ, ചോദ്യമില്ലല്ലോ, കഴിഞ്ഞില്ലേ? എന്നാ നമുക്ക് നിർത്താം. അച്ഛൻ ഇനി കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാനുണ്ടോ? ഇനി ഒരു ക്ലാസ് കൂടെ പറയാൻ കുർബാനയെ കുറിച്ച്. ഹലോ അച്ഛാ, എനിക്ക് തോന്നുന്നു അച്ഛനൊരു ചാൻസും കൂടി കൊടുക്കണമെന്നാ തോന്നുന്നത്. കാരണം നമ്മൾ ജീവന്റെ വൃക്ഷത്തില് നിൽക്കുകയാണ്. വളരെ നന്നായിരിക്കുന്നു അത്. കാരണം ഇതൊട്ടും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ ഇതാണ്.
അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്, നമ്മൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ സഭയിലെ അസ്വസ്ഥതയിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് ഈ 4-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്നു, 4-ാം നൂറ്റാണ്ടിന്റെ വിദേശത്ത് കൊണ്ടുവന്നു, വിദേശത്ത് 4-ാം നൂറ്റാണ്ട് അത് വലിയൊരു എന്നാ പറയുന്നത് ഒരുതരം വൈശാരിക മന്ത്രം പോലെ ഇങ്ങനെ മുടങ്ങുക. അപ്പൊ ഈ 4-ാം നൂറ്റാണ്ടോട് കൂടിയാണ് റോമിലെ മതപീഡനം നടക്കുന്ന കാലത്ത് പൗരസ്ത്യ സഭകൾ അങ്ങേയറ്റം വളർന്ന് ഇവിടെ ദൈവശാസ്ത്രവും ആരാധനാക്രമം വളർന്നു എന്നുള്ള അത് നമ്മുടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അച്ഛനാ ഈ ആശയം പറയുമ്പോൾ അതും കൂടി ഒന്ന് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ പലരും പറയും, നമ്മുടെ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അത് അവിടെ എല്ലാം മതപീഡനമൊക്കെ ആയിട്ട് അങ്ങ് പോയി, അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ പരസ്പരം ഭാഷണ്ടതൊക്കെ ആയിട്ട് അങ്ങ് പോയി, വെറുതെ അതിൻ്റെ കാര്യം, അങ്ങനെ ഒരു പുച്ഛഭാവം നമ്മുടെ ആളുകളുടെ ഇടയിലൊക്കെ പൊതുവെ കാണാനായിട്ട് സാധിക്കും, അച്ഛന്മാരുടെ ഇടയിൽ പോലും. അപ്പൊ അത് ഒക്കെ ഒരു തെറ്റായ ആശയമാണ്. അവിടെ മതപീഡനം ഉണ്ടായത് പിന്നീട് ഇസ്ലാമിന്റെ ആക്രമണത്തിൽ പോയതാണ്, അല്ലാണ്ട് ക്രിസ്ത്യാനികൾ പാവം ചെയ്തിട്ടോ പൗരസ്ത്യർ പാവം ചെയ്തിട്ടോ ദൈവശാസ്ത്രപരമായ തർക്കം അതൊക്കെ ഉണ്ടായി കാണാം. പക്ഷെ അത് ഇസ്ലാമിന്റെ മുന്നേറ്റം കൊണ്ടാണ് അത് ഇന്നും ഇപ്പൊ പോലും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു സഹതാപത്തിന്റെ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അച്ഛന് ഈ എഫ്രൈമിന്റെ കാര്യവും ഒക്കെ പറയുമ്പോൾ നമ്മൾ ചരിത്രം ഇന്ന് ഇവിടെ തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അച്ഛന് ആ ഒരു മനസ്സിൽ വെച്ചാൽ എൻ്റെ ഒരു അലക്സജ ഒരു ക്ലാസ്സും കൂടെ എപ്പോഴാ നമുക്ക് പിന്നെ രണ്ടാമത്തെ 4-ാമത്തെ ശനിയാഴ്ചയാണ്. ഞാന് അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ അച്ഛന് കുറച്ചുകൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു മിനിറ്റ് അച്ഛനെ ഒരു ക്ലാസ്സും കൂടി എടുപ്പിക്കണം. കാരണം എന്നാന്നറിയാം, അച്ഛനെ അത് ഫുള്ളാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ ഒരു ക്ലാസ് തീർച്ചയായിട്ടും. കളത്തിലച്ച ഒരു കാര്യം കൂടെ പറയാനായിരുന്നു. നമ്മള് ലിറ്റററി ക്ലാസ് തുടങ്ങിയ ഇപ്പം 2-ാമത്തെ ക്ലാസ്സിൽ നമുക്ക് തുടങ്ങിയത് ആബേലിന്റെ ബലി തൊട്ടാണ് നമുക്ക് തുടങ്ങിയത്. ആബേലിന്റെ ബലി തൊട്ടാണ് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ക്ലാസ് എടുത്തത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഈ ഭാഗം എടുത്തിട്ട് വിശുദ്ധ കുർബാനയോട് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ അത് നല്ലൊരു പോയിന്റാ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ജീവന്റെ ഉൽപ്പത്തി പുസ്തകത്തില് ജീവന്റെ വൃക്ഷത്തിൽ പർദീസായിലെ കുർബാന ആരംഭിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആബേലിന്റെ ബലിയോട്ടെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, അന്ന് പഠിപ്പിച്ചു. ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ് അറിയിക്കാം, അച്ഛന്റെ ക്ലാസ് എപ്പോഴാന്നുള്ള പിന്നെ അറിയിക്കാം. രീതിയില് ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ പിന്നെ ഉണ്ടാവും. പിന്നീട് ലാസ്റ്റ് ഒരു പൊതുവായിട്ട് നന്ദി പറയാം. പ്രാർത്ഥനയോടെ നിർത്താം. നന്മ തന്നെ പറയുമേ, സുസ്ഥി കർത്താവ് അങ്ങോട്ട്